ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ നോവലുകളിൽ നിന്ന് ഫ്രഞ്ച് സാഹിത്യകാരനായ ജൂൾസ് വേണിൻ്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് അഥവാ 80 നാൾ കൊണ്ട് ഭൂമിക്ക് ചുറ്റും എന്ന സസ്പെൻസ് ത്രില്ലർ നോവലിൻ്റെ 3-ാം ഭാഗം. ഡിറ്റക്റ്റീവ് ഫിക്സിന് തെറ്റ് പറ്റിയിട്ടില്ലായിരുന്നു. ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം യാത്രാക്കൂലിയും കൈക്കൂലികളും ആനയെ വാങ്ങലും ജാമ്യങ്ങളും പിഴകളും എല്ലാമായി ഇതിനോടകം 5000-ലേറെ പൗണ്ട് ഫോഗ് ചെലവാക്കി കഴിഞ്ഞിരുന്നു. പെൻസുലർ ആൻഡ് ഓറിയന്റൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള റംഗൂൺ ഇരുമ്പിൽ തീർത്ത 1770 ടൺ ഭാരവും 400 ഹോഴ്സ് പവർ എഞ്ചിൻ ശക്തിയുമുള്ള കപ്പലാണ്. മംഗോളിയുടെ അത്ര ആർഭാടപൂർണമായിരുന്നില്ല റംഗൂൺ. കൽക്കട്ടയിൽ നിന്നും ഹോങ്കോങ് വരെയുള്ള 3500 മൈലോളം ദൂരം താണ്ടാൻ സാധാരണഗതിയിൽ 10-12 ദിവസം വേണ്ടിവരും. യാത്രയുടെ ആദ്യ ദിനങ്ങളിൽ ആവുത തൻ്റെ രക്ഷകനുമായി കൂടുതലെടുത്തു. അദ്ദേഹത്തോട് തനിക്കുള്ള അഗാധമായ നന്ദി അവൾ അധികമായി പ്രകടിപ്പിച്ചു തുടങ്ങി. പക്ഷേ ഫോഗിൻ്റെ സ്ഥായി ഭാവം ഒരു വക വികാരരാഹിത്യം തന്നെയായിരുന്നു. പക്ഷേ ആവുതയുടെ സുഖസൗകര്യങ്ങളിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായി കാണപ്പെട്ടു. പതിവായി അദ്ദേഹം ഏതാണ്ട് കൃത്യമായ സമയങ്ങളിൽ ആവുതയെ സന്ദർശിച്ചു. തന്നെപ്പറ്റി പറയുന്നതിലേറെ ആവുതയുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കാനായിരുന്നു ഫോഗിന് കൂടുതൽ ഇഷ്ടം. തികഞ്ഞ മാന്യതയോടാണ് അദ്ദേഹം ആവുതയോട് പെരുമാറിയതെങ്കിലും അതൊരു യന്ത്രമനുഷ്യൻ്റെ കൃത്യതയോടെയായിരുന്നു എന്ന് മാത്രം. പാസ്പ്രാറ്റു തൻ്റെ യജമാൻ്റെ ചില വിചിത്ര സ്വഭാവങ്ങളെപ്പറ്റി ആവുതയോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആവുതയ്ക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ പന്തയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുകയുണ്ടായി. എന്തായിരുന്നാലും ആവുതയുടെ ജീവൻ ഫീലിയസ് ഫോഗിന് കടപ്പെട്ടിരിക്കുന്നു. പാഴ്സി പറഞ്ഞ തൻ്റെ കഥ തികച്ചും സത്യമാണെന്ന് ആവുത അവരോട് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കുലത്തിലാണ് തൻ്റെ ജനനമെന്നും അതിസമ്പന്നായ പാഴ്സി വ്യാപാരി ജാമിറ്റ്സ് ജിജി ബോയുടെ അടുത്ത ബന്ധുവാണ് താനെന്നും ആവുത പറഞ്ഞു. ഹോങ്കോങ്ങിലുള്ള തൻ്റെ ബന്ധു ജിജിയുടെ അടുത്തെത്തുകയാണ് ആവുതയുടെ ലക്ഷ്യം. അദ്ദേഹം തന്നെ സംരക്ഷിക്കുമോ എന്നൊന്നും അവൾക്ക് തീർച്ചയില്ല. ഫോഗ് അവളോട് ഉത്കണ്ഠകളകറ്റാൻ ഉപദേശിക്കുകയും എല്ലാം കണക്കൂട്ടുകളിനനുസരിച്ച് തന്നെ നടക്കുമെന്ന് ഉറപ്പു പറയുകയും ചെയ്തു. ഹിമാലയത്തിലെ തെളിനീർ തടാകം പോലുള്ള അവളുടെ വലിയ കണ്ണുകൾ കൊണ്ടവൾ ഫോഗിനെ കുറേ സമയം നോക്കിയിരുന്നു. പക്ഷേ ആർക്കും പിടികൊടുക്കാത്ത ഫോഗ് ആ തടാകത്തിൽ വീഴാതെ പിടിച്ചു നിന്നു. യാത്രയുടെ ആദ്യ ദിനങ്ങളിൽ അനുകൂലമായ കാറ്റും കാലാവസ്ഥയും ഉണ്ടായിരുന്നു. 2400 അടി ഉയരമുള്ള മനോഹരമായ സാഡിൽ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻസ് ദ്വീപ് കടന്ന് തീരത്തിന് സമീപത്തൂടെ കപ്പൽ പോയെങ്കിലും അവിടുത്തെ ആദിവാസികളെ ഒന്നും കാണാൻ സാധിച്ചില്ല. പനയും കവുങ്ങും മുളയും തേക്കും മിമോസായും നിറഞ്ഞ കാടുകൾ, അവയ്ക്ക് പിറകിലായി പർവ്വത ശിഖരങ്ങൾ. ആൻഡമാൻ അതിസുന്ദരിയായിരിക്കുന്നു. ആൻഡമാൻ ദ്വീപ് കടന്ന് ചൈന കടലിലേക്കുള്ള കവാടമായ മലാക്ക കടലൊടുക്കിൽ റംഗൂണെത്തി. പാസ്പ്രാറ്റു കാണാതെ ഡിറ്റക്റ്റീവ് ഫിക്സ് കൽക്കട്ടയിൽ വെച്ച് തന്നെ കപ്പലിൽ കടന്നുകൂടിയിരുന്നു. ഹോങ്കോങ്ങിൽ എത്തുമ്പോഴേക്കും വാറന്റ് കിട്ടിയിരിക്കുമെന്ന് ഫിക്സിന് ലണ്ടനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ എത്തും വരെ ഫോഗിൻ്റെയും കൂട്ടരുടെയും കണ്ണിൽപ്പെടാതെ കഴിയാനാണ് ഫിക്സിൻ്റെ തീരുമാനം. ഹോങ്കോങ്ങിൽ വെച്ച് അറസ്റ്റ് നടന്നില്ലെങ്കിൽ പ്രതി എന്നേക്കുമായി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഫിക്സിൻ്റെ കണക്കൂട്ടൽ. അവിടെ അയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസിന് കൈമാറാൻ എളുപ്പമാണ്. പക്ഷേ ഹോങ്കോങ്ങിനപ്പുറം എക്സ്ട്രാ ഡിവിഷൻ വാറന്റ് ആവശ്യമായതിനാൽ
തടസ്സങ്ങളും താമസവും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. തൻ്റെ ക്യാബിനുള്ളിലിരുന്ന് ഇക്കാര്യങ്ങളെല്ലാം ചിന്തിച്ച ഫിക്സ് സ്വയം പറഞ്ഞു, ഇനി ഹോങ്കോങ്ങിൽ വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നിന്നുള്ള അയാളുടെ യാത്ര പരമാവധി വൈകിക്കുകയെങ്കിലും വേണം. ഹോങ്കോങ്ങിൽ ഞാൻ പരാജയപ്പെട്ടാൽ അതെൻ്റെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അറ്റ കൈക്ക് ഫോഗിൻ്റെ തനി സ്വഭാവം താൻ പാസ്പ്രാറ്റുവിനോട് തുറന്നു പറയുമെന്ന് ഫിക്സ് മനസ്സിലുറപ്പിച്ചു. അയാൾ ഫോഗിനോടെല്ലാം തുറന്നു പറഞ്ഞാൽ പണിയെല്ലാം പാളുമെന്ന് ഫിക്സിനറിയാമായിരുന്നു. അതുകൊണ്ട് അല്പം ചിന്താക്കുഴപ്പം പിന്നെയും അവശേഷിച്ചു. പെട്ടെന്ന് ഫോഗിൻ്റെ കൂടെയുള്ള യുവതിയെ പറ്റിയായി ഫിക്സിൻ്റെ ചിന്ത. യുവതി വിവാഹിതയോ അവിവാഹിതയോ ആകട്ടെ, ഹോങ്കോങ്ങിൽ വെച്ച് മിസ്റ്റർ ഫോഗിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ അവളുടെ സാന്നിധ്യം ഉപയോഗിക്കാമെന്ന് ഫിക്സ് കണക്കുകൂട്ടി. പണം കൊടുത്താൽ പോലും രക്ഷപ്പെടാൻ ഫോഗിന് പ്രയാസപ്പെടേണ്ടി വന്നേക്കും. സിംഗപ്പൂരിൽ കപ്പലെടുക്കുമ്പോൾ ഹോങ്കോങ്ങിലെ അധികാരികൾക്ക് ഇക്കാര്യം പറഞ്ഞ് ടെലഗ്രാം ചെയ്യാമെന്ന് ഫിക്സ് തീരുമാനിച്ചു. എന്തായാലും പാസ്പ്രാറ്റുവിനെ ചോദ്യം ചെയ്യണം. പാഴാക്കാൻ സമയവുമില്ല. ക്യാബിനിൽ നിന്ന് പുറത്തു വരാൻ ഫിക്സ് തീരുമാനിച്ചു. അന്ന് ഒക്ടോബർ 30. പിറ്റേന്ന് കപ്പൽ സിംഗപ്പൂരിലെടുക്കും. ഫിക്സ് ക്യാബിനിൽ നിന്നിറങ്ങി ഡെക്കിൽ വന്നു. കപ്പലിൻ്റെ മുൻഭാഗത്ത് പാസ്പ്രാറ്റു നടക്കുന്നുണ്ട്. ഫിക്സ് നേരെ അങ്ങോട്ട് ചെന്നു. നിങ്ങളിവിടെ റെങ്കൂണിൽ? ഹേ, എന്ത് മിസ്റ്റർ ഫിക്സ്, താങ്കളും കപ്പലിലുണ്ടായിരുന്നു? പാസ്പ്രാറ്റുവിന് അതിശയമടക്കാനായില്ല. നമ്മൾ ബോംബെയിൽ വെച്ച് പിരിഞ്ഞു. ഇപ്പോഴിത് വീണ്ടും ഇവിടെ ഹോങ്കോങ്ങിലേക്കുള്ള കപ്പലിൽ. നിങ്ങളും ലോകം ചുറ്റുകയാണോ? ഹേയ്, ഇല്ല. ഞാൻ എന്തായാലും ഹോങ്കോങ്ങിൽ കുറേ ദിവസത്തേക്കെങ്കിലും തങ്ങും. പക്ഷേ നമ്മൾ കൽക്കട്ട വിട്ടിട്ട് ഇത്ര ദിവസമായിട്ടും നിങ്ങളെ ഞാൻ കപ്പലിൽ കാണാഞ്ഞത് എന്താണ്? ഓ, അതോ, എനിക്കല്പം കടൽ ചുരുക്കായിരുന്നതിനാൽ ക്യാബിനകത്ത് തന്നെയായിരുന്നു. മിസ്റ്റർ ഫോഗിന് എങ്ങനെയുണ്ട്? എപ്പോഴത്തെയും പോലെ നന്നായും കൃത്യമായും പോകുന്നു. പദ്ധതിയിട്ടതുപോലെ ടൂർ ഏതാണ്ട് കൃത്യമായി പോകുന്നുണ്ട്. പക്ഷേ മിസ്റ്റർ ഫിക്സ്, ഞങ്ങൾക്ക് യുവതിയായ ഒരു പുതിയ സുഹൃത്തിനെ കിട്ടിയത് നിങ്ങൾ അറിഞ്ഞു കാണില്ലല്ലോ. ഒരു യുവതിയോ? പാസ്പ്രാറ്റ് പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ ഫിക്സ് ചോദിച്ചു. തുടർന്ന് അതുവരെയുള്ള ആവതിയുടെ ചരിത്രം മുഴുവൻ പാസ്പ്രാറ്റു ഫിക്സിനെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. കഥയിലെ അവസാന സംഭവങ്ങൾ മുഴുവൻ അറിഞ്ഞിരുന്നുവെങ്കിലും ഫിക്സ് യാതൊന്നും അറിയാത്തവനെ പോലെ ഭാവിച്ചു. പക്ഷേ ഈ യുവതിയെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ യജമാനൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹേയ്, ഇല്ലില്ല. അവരെ ഹോങ്കോങ്ങിലുള്ള അവരുടെ സമ്പന്നായ ഒരു ബന്ധുവിൻ്റെ സംരക്ഷണയിലാക്കിയിട്ട് പോകാനാണ് ഞങ്ങളുടെ പദ്ധതി. ഫിക്സിന് നിരാശയായി. തനിക്കതിൽ നിന്ന് ലാഭമൊന്നും ഉണ്ടാകില്ലെന്ന് അയാൾക്ക് ബോധ്യമായി. മിസ്റ്റർ പാസ്പ്രാറ്റു, ഒരു ഗ്ലാസ് ജിന്നായാലോ? യാതൊരു വിരോധവുമില്ല സർ. റെങ്കൂണിൽ നമുക്കൊരു സൗഹൃദ ഗ്ലാസ് തന്നെയാകാം. ഡിക്റ്റേറ്റീവും പാസ്പ്രാറ്റുവും പിന്നീട് പതിവായി കപ്പലിൽ കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു. ഫോഗിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഫിക്സ് അധികം ശ്രമിച്ചില്ല. ആ രഹസ്യ മനുഷ്യനെ ഫിക്സ് 2-3 പ്രാവശ്യം കാണുകയും ചെയ്തു. ആവുതിയുമായി സംസാരിച്ചുകൊണ്ടോ തൻ്റെ പ്രിയ വിനോദമായ വിസ്റ്റ് കളിച്ചുകൊണ്ടോ ഫോഗ് ക്യാബിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. ഫിക്സ് ഫോഗിനെ ഓരോ ചൂടിലും പിന്തുടരുകയാണോ എന്ന് പാസ്പ്രാറ്റു സംശയിക്കാൻ തുടങ്ങി. തങ്ങളോടൊപ്പം ഫിക്സും ഹോങ്കോങ്ങിൽ നിന്ന് കപ്പൽ കയറുമെന്ന് എന്തുകൊണ്ടോ പാസ്പ്രാറ്റുവിന് തോന്നി. ഫീലിയസ് ഫോഗ് ഒരു കൊള്ളക്കാരനാണെന്ന മട്ടിൽ ആരെങ്കിലും അദ്ദേഹത്തെ പിന്തുടരുന്നതിനെപ്പറ്റി പാസ്പ്രാറ്റുവിന് സങ്കൽപ്പിക്കാനേ കഴിയുമായിരുന്നില്ല. ഒരു പക്ഷേ ഫോഗിൻ്റെ പന്തയ കൂട്ടുകാർ തന്നെ അയാളെ അയച്ചതാണെങ്കിലോ? ഫോഗ് പറഞ്ഞ പ്രകാരം ലോകം ചുറ്റി വരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിലോ? എന്തായാലും തൽക്കാലം ഇത് ഫോഗിനോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തൻ്റെ കൂട്ടുകാർക്ക് തന്നെ വിശ്വാസമില്ലെന്ന് അദ്ദേഹം അറിഞ്ഞാൽ ഈർഷ്യ തോന്നാൻ ഇടയുണ്ട്. എന്തായാലും ഫിക്സിൻ്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന് പാസ്പ്രാറ്റു തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ 4 മണിക്ക്
കൽക്കരി ശേഖരിക്കുന്നതിനായി റങ്കൂൺ സിംഗപ്പൂരിലെടുത്തു. നിശ്ചിത സമയത്തിലും 1/2 ദിവസം നേരത്തെയായിരുന്നു സിംഗപ്പൂരിലെത്തിയത്. ആ ലാഭം ഫോഗ് തൻ്റെ ജേണലിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. പുറത്തിറങ്ങി ഒന്ന് നടക്കാൻ ആഗ്രഹിച്ച ആവുതിയോടൊപ്പം അദ്ദേഹം കുറേ നേരം പുറത്തുലാത്തി. ഫിക്സ് ഫോഗിൻ്റെ ഓരോ ചലനവും അവരറിയാതെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പാസ്പ്രാറ്റ് പതിവ് പോലെ ചുറ്റിക്കറങ്ങാൻ പോയി. തെരുവുകളും രാജപാതകളും നിറഞ്ഞ ഒരു പാർക്ക് പോലെയായിരുന്നു സിംഗപ്പൂർ. ന്യൂ ഹോളണ്ട് കുതിരകൾ വലിച്ച ഒരു കാരേജിൽ ഫോഗും ആവുതയും ഗ്രാമ്പൂവിൻ്റെയും പനകളുടെയും തോട്ടങ്ങൾ കാണാൻ പോയി. കുരുമുളക് ചെടികളും കണ്ണിന് വിരുന്നൊരുക്കി. മെയ് വഴക്കത്തോടെ വാനരന്മാർ മരച്ചില്ലകളിൽ ചാടിക്കളിക്കുന്നതും വനത്തിൽ കടുവകൾ കറങ്ങി നടക്കുന്നതും അവർ കണ്ടു. 2 മണിക്കൂർ ഗ്രാമപ്രദേശം കണ്ടിട്ട് 10 മണിയോടെ അവർ കപ്പലിൽ തിരികെ എത്തി. തൊട്ടു പിന്നാലെ ഫിക്സുമുണ്ടായിരുന്നു. 11 മണിയോടെ റങ്കൂൺ സിംഗപ്പൂർ വിട്ടു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മലാക്കയിലെ ഉയർന്ന പർവ്വതങ്ങൾ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഹോങ്കോങ്ങിലേക്ക് ഇനിയും 1300 മൈൽ ദൂരം കൂടിയുണ്ട്. 6 ദിവസം കൊണ്ട് ആ യാത്ര പൂർത്തിയാക്കാമെന്ന് ഫോഗ് കണക്കുകൂട്ടി. നവംബർ 6-ാം തീയതി അവിടെ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള കപ്പൽ പുറപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അന്തരീക്ഷ സ്ഥിതി മാറി. കടൽ ഉരുണ്ടുമറിഞ്ഞു. കാറ്റ് ഇടവേളകളിൽ ശക്തിയായി വീശാൻ തുടങ്ങി. പക്ഷേ ഭാഗ്യവശാൽ കാറ്റ് തെക്ക് പടിഞ്ഞാറ് നിന്നായിരുന്നു. അത് കപ്പലിൻ്റെ പോക്കിന് സഹായകമായി. പാസ്പ്രാറ്റ്യൂവിൽ നിന്ന് അവരുടെ അടുത്ത ലക്ഷ്യം യോക്കോഹോമയാണെന്ന് ഫിക്സ് മനസ്സിലാക്കി. ഫോഗിനെ ഹോങ്കോങ്ങിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പാസ്പ്രാറ്റ്യൂവിനോട് എല്ലാം പറഞ്ഞാൽ മതിയെന്ന് ഫിക്സ് തീരുമാനിച്ചു. തനിക്ക് ചുറ്റുമുള്ള ചെറു നക്ഷത്രങ്ങളെ അവഗണിച്ചുകൊണ്ട് ഫോഗ് ലോകം ചുറ്റി സഞ്ചാരം തുടർന്നു. എന്നാലും ജ്യോതിശാസ്ത്രം പറയും പോലെ തൊട്ടടുത്ത് തന്നെ ആ മനമിളക്കുന്ന നക്ഷത്രമുണ്ടായിരുന്നു. പക്ഷേ ആവുതിയുടെ സൗന്ദര്യമൊന്നും ഫോഗിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. അവളുടെ കണ്ണുകളിൽ ആവുതയ്ക്ക് ഫോഗിനോടുള്ള നന്ദിയുടെ ആഴം കാണുവാൻ പാസ്പ്രാറ്റ്യൂവിന് കഴിഞ്ഞു. ധീരനും സുന്ദരനുമാണെങ്കിലും ഫീലിയസ് ഫോഗ് ഹൃദയശൂന്യനാണെന്ന് പാസ്പ്രാറ്റ്യൂവിന് തോന്നി. ഒടുവിൽ കാലാവസ്ഥ മോശമായി. ഒരു വടക്ക് പടിഞ്ഞാറൻ കൊടുങ്കാറ്റ് കപ്പലിൻ്റെ ഗതി പതുക്കെയാക്കി. നവംബർ 3-ന് ശക്തമായ ഒരു കൊടുങ്കാറ്റ് തുടങ്ങി. കപ്പലുലഞ്ഞു. തിരകൾ ഉയർന്നു. കൊടുങ്കാറ്റ് തുടർന്നാൽ കപ്പൽ 20 മണിക്കൂറോ അതിലധികമോ താമസിച്ച് ഹോങ്കോങ്ങിലെത്തൂ എന്ന് ക്യാപ്റ്റൻ കണക്കുകൂട്ടി. 20 മണിക്കൂർ താമസം തീർച്ചയായും തൻ്റെ പന്തയത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നറിഞ്ഞിട്ടും ഫീലിയസ് ഫോഗ് തൻ്റെ പതിവ് ശാന്തത കൈവടിഞ്ഞില്ല. ഈ കൊടുങ്കാറ്റും തൻ്റെ യാത്രയുടെ ഭാഗമാണെന്നും അത് താൻ മുൻകൂട്ടി കണ്ടതാണെന്നുമുള്ള ഒരു ഭാവമായിരുന്നു ഫോഗിൻ്റെ മുഖത്ത്. പക്ഷേ കൊടുങ്കാറ്റ് ഫിക്സിനെ സുഖമില്ലാതാക്കിയെങ്കിലും ഉള്ളിൽ അയാൾക്കേറെ സന്തോഷം തോന്നി. കാരണം ഫോഗിനെ കുറേ ദിവസത്തേക്കെങ്കിലും കൊടുങ്കാറ്റ് ഹോങ്കോങ്ങിൽ പിടിച്ചു നിർത്തുമെന്ന് ഫിക്സിന് തോന്നി. പക്ഷേ കാറ്റിനെ ശപിച്ചുകൊണ്ട് പാസ്പ്രാറ്റ്യൂ ഡെക്കിൽ തന്നെ നിന്നു. ക്യാപ്റ്റനെയും ഓഫീസർമാരെയും നാവികരെയുമൊക്കെ നിരന്തരമായ ചോദ്യങ്ങൾ കൊണ്ട് പാസ്പ്രാറ്റ്യൂ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചിലപ്പോൾ ചിരിപ്പിക്കുകയും ചെയ്തു. 4-ാം തീയതി ആയപ്പോൾ കൊടുങ്കാറ്റ് ശമിച്ചു. കടൽ ശാന്തമായി. കൂടുതൽ പായകൾ നിവർത്തിയ റങ്കൂൺ കൂടുതൽ വേഗത കൈവരിച്ചു. പക്ഷേ 6-ാം തീയതി രാവിലെ 5 മണിവരെ കര തെളിഞ്ഞു വന്നില്ല. ഫോഗ് 24 മണിക്കൂർ പിന്നിലായിരുന്നു. യോക്കോഹാമയിലേക്ക് എപ്പോഴാണ് കപ്പൽ എത്തുന്നതെന്ന് ഫോഗ് ക്യാപ്റ്റനോട് ചോദിച്ചു. നാളെ രാവിലത്തെ വേലിയേറ്റ സമയത്ത്, ക്യാപ്റ്റൻ പറഞ്ഞു. കപ്പലിൻ്റെ പേരെന്താണ്? കർണാറ്റിക്. അവൾ ഇന്നലെ പോകേണ്ടതായിരുന്നില്ലേ? അതെ സർ, പക്ഷേ അവളുടെ ഒരു ബോയിലർ നന്നാക്കേണ്ടതുണ്ടായിരുന്നു. വളരെ നന്ദി, ഫോഗ് മറുപടി പറഞ്ഞു. എന്നിട്ട് താഴെ ക്യാബിനിലേക്ക് അദ്ദേഹം പോയി. ക്യാപ്റ്റൻ്റെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പാസ്പ്രാറ്റ് പറഞ്ഞു, ക്യാപ്റ്റൻ, താങ്കൾ എന്തൊരു നല്ല മനുഷ്യനാണ്. 1 മണിയായപ്പോൾ റങ്കൂൺ നങ്കൂരമിട്ടു. യാത്രക്കാർ പുറത്തേക്കിറങ്ങി. ഭാഗ്യം ഫോഗിൻ്റെ പക്ഷത്തായിരുന്നു. യഥാസമയം കർണാട്ടിക് പുറപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ യോക്കോഹാമയിലേക്ക്
അടുത്ത കപ്പൽ ഉണ്ടായിരുന്നുള്ളൂ. 24 മണിക്കൂർ തൻ്റെ ഷെഡ്യൂളിൽ നിന്ന് പിറകിലായി പോയെങ്കിലും അത് പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. യോക്കോഹാമയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള കപ്പൽ ഹോങ്കോങ് യോക്കോഹാമ കപ്പലിൻ്റെ കണക്ഷനായാണ് പുറപ്പെട്ടിരുന്നത്. നഷ്ടപ്പെട്ടു പോയൊരു ദിവസം പസഫിക്കിലൂടെയുള്ള 22 ദിവസത്തെ യാത്രയിൽ പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ 25 ദിവസമാകുന്നു. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് കർണാട്ടിക് പുറപ്പെടുമെന്ന് അറിയിപ്പ് വന്നു. ആവതിയെ അവളുടെ ബന്ധുക്കളുടെ അടുത്തെത്തിക്കാൻ ഫോഗിന് 16 മണിക്കൂർ സമയം മിച്ചമുണ്ട്. ഒരു പല്ലക്കിൽ അവർ ക്ലബ് ഹോട്ടലിലെത്തി. ആവതയ്ക്ക് ഒരു മുറി എടുത്തു കൊടുത്തിട്ട് ഫോഗ് അവളുടെ ബന്ധു ജീജിയെ തേടി തിരക്കിയിറങ്ങി. താൻ മടങ്ങി വരും വരെ ആവതയെ തനിച്ചാക്കിയിട്ട് ഒരിടത്തും പോകരുതെന്ന് പാസ്പ്രാറ്റുവിനെ ചട്ടം കെട്ടിയിട്ടാണ് ഫോഗ് പുറത്തേക്ക് പോയത്. എക്സ്ചേഞ്ചിലെത്തി ഒരു ബ്രോക്കറോട് അന്വേഷിച്ചപ്പോൾ ജീജി ഏറെ സമ്പത്തുണ്ടാക്കിയിട്ട് ബിസിനസ്സിൽ നിന്ന് വിരമിച്ച് 2 വർഷം മുമ്പ് ചൈനയിൽ നിന്ന് ഹോളണ്ടിലേക്ക് കുടിയേറി അവിടെ സ്ഥിരതാമസമാക്കിയെന്നാണ് ഫോഗിന് അറിയാൻ കഴിഞ്ഞത്. തിരികെ ഹോട്ടലിലെത്തി ആ വാർത്ത ഫോഗ് ആവതയെ അറിയിച്ചു. ആദ്യം ആവത ഒന്നും മിണ്ടിയില്ല. തൻ്റെ നെറ്റിയിലൂടെ കൈ ഓടിച്ചുകൊണ്ട് അവൾ അല്പനേരം ചിന്തിച്ചു. എന്നിട്ട് തൻ്റെ മധുരമായ സ്വരത്തിൽ ഫോഗിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് മിസ്റ്റർ ഫോഗ്? അത് വളരെ ലളിതമാണ്. യൂറോപ്പിലേക്ക് പോവുക. ഫോഗ് പറഞ്ഞു. ഞാൻ വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾ എൻ്റെ പ്രൊജക്റ്റിൽ കടന്നു വരികയോ അതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ലല്ലോ. പാസ്പ്രാറ്റു? യെസ് സർ. കർണാട്ടിക്കിൽ പോയി 3 ക്യാബിനുകൾ ബുക്ക് ചെയ്യൂ. ആവത തങ്ങളുടെ കൂടെ തുടർന്നും യാത്ര ചെയ്യുന്നതിലുള്ള സന്തോഷം തെല്ലും മറച്ചു വയ്ക്കാതെ തൻ്റെ യജമാൻ്റെ ഉത്തരവനുസരിക്കാൻ പാസ്പ്രാറ്റു വേഗം കർണാട്ടിക്കിലേക്ക് പോയി. കാൻഡൻ നദീമുഖത്തുള്ള ഒരു ദ്വീപാണ് ഹോങ്കോങ്. 1842 താൻകിൻ ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാരുടെ കൈവശമായത്. ഇംഗ്ലീഷുകാരുടെ കോളനീകരണ ബുദ്ധി അതിനെ ഒരു സുപ്രധാന നഗരവും തുറമുഖവുമാക്കി മാറ്റി. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പോക്കുവരവ് പ്രധാനമായും ഹോങ്കോങ് വഴിയായി. പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് പാസ്പ്രാറ്റു വിക്ടോറിയ തുറമുഖത്തേക്ക് നടന്നു. അവിടെ വിവിധ രാജ്യങ്ങളിലെ കപ്പലുകളെയും സൈനികരെയും അയാൾ കണ്ടു. ജങ്കാറുകളും ടാങ്കറുകളും ഫ്ലവർ ബോട്ടുകളും സെമ്പാകളും ജലപ്പരപ്പിൽ പല പാറ്റേണുകൾ തീർത്തതുപോലെ കാണാനായി. മഞ്ഞ വസ്ത്രമണിഞ്ഞ വയോധികരായ നിരവധി നാട്ടുകാരെ ജനക്കൂട്ടത്തിൽ അയാൾ കണ്ടു. ഷേവ് ചെയ്യാനായി ഒരു ബാർബർ ഷോപ്പിൽ കയറിയപ്പോൾ ഈ വയോധികരെല്ലാം 80 വയസ്സ് കഴിഞ്ഞവരാണെന്നും അപ്പോൾ മാത്രമേ ചക്രവർത്തിയുടെ നിറമായ മഞ്ഞ ധരിക്കാൻ അവർക്ക് അനുവാദമുള്ളൂവെന്നും പാസ്പ്രാറ്റു മനസ്സിലാക്കി. കർണാട്ടിക്കിൽ കയറാനായി തിരികെ പോർട്ടിലെത്തിയപ്പോൾ ഫിക്സും അവിടെ അസ്വസ്ഥനായി നടക്കുന്നത് കണ്ടു. വാറണ്ട് എത്തിയിരുന്നില്ല. അത് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടിരുന്നുവെങ്കിലും ഹോങ്കോങ്ങിലെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കുമത്രേ. ഫോഗിൻ്റെ പാതയിലെ അവസാന ബ്രിട്ടീഷ് അധീന പ്രദേശം ഹോങ്കോങ് ആയതിനാൽ അവിടെ നിന്ന് കടന്നാൽ ഫോഗ് രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. എങ്കിൽ അയാളെ അവിടെ കുറേ ദിവസം വിടാതെ നിർത്തേണ്ടിയിരിക്കുന്നു. ഹലോ മിസ്റ്റർ ഫിക്സ്, താങ്കൾ ഞങ്ങളുടെ കൂടെ അമേരിക്കയിലേക്ക് വരാൻ തീരുമാനിച്ചോ? പാസ്പ്രാറ്റ് ചോദിച്ചു. ഹാ, അങ്ങനെ തീരുമാനിച്ചു, ഫിക്സ് മറുപടി പറഞ്ഞു. കൊള്ളാം, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വേർപിരിയാൻ എത്ര ശ്രമിച്ചാലും ആവില്ലെന്ന് എനിക്കറിയാം. വന്ന് നിങ്ങളുടെ ബർത്ത് ടിക്കറ്റ് എടുക്കൂ. പാസ്പ്രാറ്റു ഫിക്സിന് ക്ഷണിച്ചു. സ്റ്റീമർ ഓഫീസിലെത്തി അവർ 4 പേർക്കുമുള്ള ക്യാബിനുകൾ ബുക്ക് ചെയ്തു. കർണാട്ടിക്കിൻ്റെ റിപ്പയറിംഗ് തീർന്നതിനാൽ നേരത്തെ അറിയിച്ചതുപോലെ പിറ്റേന്ന് രാവിലെയല്ല, അന്ന് വൈകുന്നേരം തന്നെ കർണാട്ടിക് പുറപ്പെടുമെന്ന് ടിക്കറ്റ് ക്ലർക്ക് പറഞ്ഞു. അതെൻ്റെ യജമാന് നന്നായി ഇഷ്ടപ്പെടും. ഞാൻ പോയി അദ്ദേഹത്തെ വിവരമറിയിക്കട്ടെ. പാസ്പ്രാറ്റു തിടുക്കപ്പെട്ടു. ഫിക്സ് ഒരു ധീരമായ ചുവട് വയ്ക്കാൻ തീരുമാനിച്ചു. പാസ്പ്രാറ്റുവിനോട് എല്ലാ കാര്യവും പറയാൻ തന്നെ തീരുമാനിച്ചു. തൊട്ടടുത്തുള്ള ഒരു മദ്യശാലയിലേക്ക് ഫിക്സ് പാസ്പ്രാറ്റുവിനെ ക്ഷണിച്ചു. ഭംഗിയായി അലങ്കരിച്ച ഒരു മുറിയിലേക്കാണ് അവർ പ്രവേശിച്ചത്.
അവിടെ ചെറിയ മേശകളുടെ ചുറ്റുമായി ഏതാണ്ട് 30ഓളം പേർ ബിയറും വൈനും ജിന്നും ബ്രാൻഡിയുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. റോസിൻ്റെ സത്തു ചേർത്ത ഓപ്പിയ മുരുളകൾ നിറച്ച നീളമുള്ള ചുവന്ന മൺപൈപ്പുകൾ അവരിലേറെ പേരും വലിക്കുന്നുണ്ടായിരുന്നു. വർഷം തോറും ഇംഗ്ലീഷ് വ്യാപാരികൾ വിൽക്കുന്ന ഏതാണ്ട് 14 ലക്ഷം പൗണ്ടിനുള്ള ഓപ്പിയം വലിച്ചു കയറ്റുന്ന വിഡ്ഢികളായ ചിലർ വിഹരിക്കുന്ന ഒരു സ്മോക്കിംഗ് ഹൗസ് ആയിരുന്നു അത്. കർശനമായ ചൈനീസ് നിയമങ്ങൾ ഉണ്ടായിട്ടും സമ്പന്നരുടെ ഇടയിൽ നിന്ന് ഈ സ്വഭാവം താഴെ തട്ടിലേക്കും വ്യാപിക്കുകയാണുണ്ടായത്. അതിൻ്റെ വിപത്തുകൾ അനിയന്ത്രിതമായി തീരുകയും ചെയ്തു. ഒരിക്കൽ വലിച്ചാൽ പിന്നെ അതിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ പ്രയാസമാണ്. അതിന് ഏറെ ശാരീരിക വേദനകളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുന്നു. പാസ്പ്രാറ്റുവിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫിക്സ് 2 കുപ്പി വൈൻ ഓർഡർ ചെയ്തു. പാസ്പ്രാറ്റു ആവോളം അകത്താക്കി. ഫിക്സ് അയാളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കുപ്പികൾ ഒഴിഞ്ഞപ്പോൾ പാസ്പ്രാറ്റു പോകാനായി എഴുന്നേറ്റു. കപ്പലിൻ്റെ സമയമാറ്റം ഫോഗിനെ അറിയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഫിക്സ് അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ഒരു നിമിഷം നിൽക്കണം. ഞാൻ നിങ്ങളോട് ഗൗരവമുള്ള ചിലത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു." "ഗൗരവമുള്ളതോ?" പാസ്പ്രാറ്റു അതിശയിച്ചു പോയി. "നമുക്കിത് നാളെ സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് തീരെ സമയമില്ല." "നിൽക്കൂ, എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ യജമാനെ പറ്റിയാണ്." ഇത് കേട്ടതും പാസ്പ്രാറ്റു ഫിക്സിനെ തുറിച്ചു നോക്കി. സാവധാനം അയാൾ വീണ്ടും തൻ്റെ കസാരയിലിരുന്നു. "എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?" ശബ്ദം താഴ്ത്തി ഫിക്സ് ചോദിച്ചു. "ഞാൻ ആരാണെന്ന് നിങ്ങൾ ഊഹിച്ചു കാണുമല്ലോ. റീഫോം ക്ലബ് അംഗങ്ങളുടെ ഒരു ഏജന്റ്. എൻ്റെ യജമാൻ്റെ യാത്ര തടസ്സപ്പെടുത്താൻ അവരയച്ചതല്ലേ നിങ്ങളെ? ഞാൻ ഇതുവരെ നിങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല." "അപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ലെന്നാണോ?" "ഒന്നും അറിയില്ല." തൻ്റെ ഗ്ലാസ് വീണ്ടും കാലിയാക്കിക്കൊണ്ട് പാസ്പ്രാറ്റ് പറഞ്ഞു. വീണ്ടും സംസാരിക്കും മുമ്പ് ഫിക്സ് ഒന്ന് സംശയിച്ചു. എന്തായാലും ഭൃത്യൻ യജമാന്റെ കൂട്ടുപ്രതിയല്ലെന്ന് വ്യക്തമായി. പക്ഷേ ഏത് വിധേനയും ഫോഗിനെ ഹോങ്കോങ്ങിൽ പിടിച്ചു നിർത്തിയേ പറ്റൂ. "ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ," ഫിക്സ് തുടർന്നു. "ലണ്ടൻ ഓഫീസിൽ നിന്നും അയക്കപ്പെട്ട ഒരു പോലീസ് ഡിറ്റക്റ്റീവാണ് ഞാൻ." "നിങ്ങളൊരു ഡിറ്റക്റ്റീവോ?" "ഞാനത് തെളിയിക്കാം. ഇതാ എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്." ഇത് കണ്ട പാസ്പ്രാറ്റു ഒന്നും മിണ്ടാനാകാതെ ഇരുന്നു പോയി. "മിസ്റ്റർ ഫോഗിൻ്റെ പന്തയം വെറും ഒരു പുറംപൂച്ചി മാത്രമാണ്," ഫിക്സ് തുടർന്നു. "നിങ്ങളും റീഫോം ക്ലബ് അംഗങ്ങളും വെറും ഡ്യൂപ്പുകൾ മാത്രം. നിങ്ങളുടെ നിഷ്കളങ്കമായ പങ്ക് ലഭ്യമാക്കുക മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം." "പക്ഷേ എന്തിന്?" "ശ്രദ്ധിച്ചു കേൾക്കൂ. കഴിഞ്ഞ സെപ്റ്റംബർ 28-ാം തീയതി 55,000 പൗണ്ടിൻ്റെ ഒരു കൊള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നടന്നു. പ്രതികളുടെ ലഭ്യമായ വിവരണം മിസ്റ്റർ ഫീലിയസ് ഫോഗുമായി നന്നായി ഒത്തുവരുന്നുണ്ട്." "എന്തൊരസംബന്ധം!" പാസ്പ്രാറ്റു കോപത്തോടെ മേശയിലടിച്ചു. "എൻ്റെ യജമാനൻ ഏറ്റവും മാന്യനായ മനുഷ്യനാണ്. നിങ്ങൾക്കത് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് അയാളെ പറ്റി ഒന്നും തന്നെ അറിയില്ല. ഈ യാത്ര തുടങ്ങിയ അന്ന് മാത്രമാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായി ജോലിയിൽ പ്രവേശിച്ചത്. യാത്ര തിരിച്ചതോ ഒരു ട്രങ്ക് പോലുമില്ലാതെ. എന്നാലോ ഒരു വൻ തുകയ്ക്കുള്ള ബാങ്ക് നോട്ടുകൾ കൈവശം എടുത്തുകൊണ്ട്. എന്നിട്ടും അദ്ദേഹം സത്യസന്ധനായ മനുഷ്യനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കുന്നു." "അതെ, അങ്ങനെ തന്നെ," യാന്ത്രികമായി പാസ്പ്രാറ്റ് പറഞ്ഞു. "അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളെ പങ്കാളിയായി അറസ്റ്റ് ചെയ്യപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?" അത് കേട്ടതും തൻ്റെ തല കൈകളിൽ താങ്ങിക്കൊണ്ട് ഡിറ്റക്റ്റീവിൻ്റെ നേരെ നോക്കാനാകാതെ പാസ്പ്രാറ്റു അല്പനേരം ഇരുന്നു. ആവതിയുടെ രക്ഷകനും ധീരനും മഹാമനസ്കനുമായ ഫീലിയസ് ഫോഗ് ഒരു കള്ളനാണത്രേ. തൻ്റെ യജമാനൻ കുറ്റവാളിയാണെന്ന് പാസ്പ്രാറ്റു വിശ്വസിച്ചില്ല. "ശരി, എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്?" അയാൾ ഒടുവിൽ ഫിക്സിനോട് ചോദിച്ചു. "നോക്കൂ," ഫിക്സ് മറുപടി പറഞ്ഞു. "ഞാൻ ഇവിടം വരെ മിസ്റ്റർ ഫോഗിനെ പിന്തുടരുകയായിരുന്നു.
പക്ഷേ ലണ്ടനിൽ നിന്ന് ഇതുവരെ അറസ്റ്റ് വാറന്റ് എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഹോങ്കോങ്ങിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനോ? പക്ഷേ ഞാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എനിക്ക് നൽകുന്ന 2000 പൗണ്ട് നിങ്ങളുമായി വീതം വയ്ക്കാൻ ഞാൻ തയ്യാറാണ്. ഒരിക്കലുമില്ല, പാസ്പ്രാറ്റു മറുപടി പറഞ്ഞു. മിസ്റ്റർ ഫിക്സ്, മദ്യലഹരിയിൽ പാസ്പ്രാറ്റു തുടർന്നു. ഇനി നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ യജമാനൻ പ്രതിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഞാനത് തീർത്തും നിഷേധിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫായിരുന്നു, ഇപ്പോൾ സ്റ്റാഫാണ് താനും. ഞാൻ അദ്ദേഹത്തിൻ്റെ നന്മയും മഹാമനസ്കതയും കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും ചതിക്കില്ല. ലോകം മുഴുവനുള്ള സ്വർണം തരാമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. അത്തരം അപ്പം തിന്നാത്തവരുടെ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ സഹകരിക്കില്ല? ഇല്ല, ഞാനതിന് കൂട്ടുനിൽക്കില്ല. എങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊള്ളൂ, ഫിക്സ് പറഞ്ഞു. വരൂ, നമുക്കല്പം കൂടി കഴിക്കാം. ശരി, നമുക്കല്പം കൂടിയാകാം. മദ്യത്തിന് താൻ കൂടുതൽ അടിപ്പെടുന്നതായി പാസ്പ്രാറ്റുവിന് തോന്നി. ഓപ്പിയം നിറച്ച ഏതാനും പൈപ്പുകൾ മേശപ്പുറത്തുണ്ടായിരുന്നു. ഫിക്സ് അതിലൊരെണ്ണം പാസ്പ്രാറ്റുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അയാളതെടുത്ത് തൻ്റെ ചുണ്ടിൽ വെച്ച് കത്തിച്ച് കുറേ പുക അകത്തേക്കെടുത്തു. മയക്കുമരുന്നിൻ്റെ സ്വാധീനത്താൽ ഭാരമേറിവെന്ന പാസ്പ്രാറ്റുവിൻ്റെ ശിരസ് ഒടുവിൽ മേശമേൽക്ക് വീണു. അവസാനം അത് നേടി. പാസ്പ്രാറ്റു അബോധാവസ്ഥയിലാണെന്ന് കണ്ട ഫിക്സ് പറഞ്ഞു. കർണാറ്റിക്കിൻ്റെ വൈകുന്നേരത്തെ പുറപ്പെടലിനെ പറ്റി ഫോഗ് ഇനി അറിയാൻ പോകുന്നില്ല. ഇനി അഥവാ അറിയാനിടയായാലും ഈ ഫ്രഞ്ചുകാരനെ ഉപേക്ഷിച്ച് അയാൾക്ക് പോകേണ്ടി വരും. തൻ്റെ ബിൽ തുക കൊടുത്തതിന് ശേഷം ഫിക്സ് പുറത്തേക്ക് നടന്നു. ഓപ്പിയം ഹൗസിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ ഫോഗ് ആവുതയുമൊത്ത് ദീർഘമായ യാത്രയ്ക്കാവശ്യമായ ഷോപ്പിംഗ് നടത്തുകയായിരുന്നു. അതിനുശേഷം ഹോട്ടലിലെത്തി അവരൊരുമിച്ച് ഡിന്നർ കഴിച്ചു. തുടർന്നാവുത തൻ്റെ മുറിയിലേക്ക് വിശ്രമിക്കാനായി പോയി. ടൈംസും ഇലസ്ട്രേറ്റ് ലണ്ടൻ ന്യൂസും വായിച്ചുകൊണ്ടിരുന്ന ഫോഗ് കർണാറ്റിക്കിൻ്റെ നേരത്തെയുള്ള യാത്രയെപ്പറ്റി അറിഞ്ഞതേയില്ല. കപ്പൽ രാവിലെ മാത്രമേ പുറപ്പെടുള്ളൂ എന്ന് വിശ്വസിച്ചതിനാൽ പാസ്പ്രാറ്റു വൈകുന്നതിനെപ്പറ്റി ഫോഗ് ആശങ്കപ്പെട്ടതുമില്ല. പിറ്റേന്ന് രാവിലെ തൻ്റെ ബെല്ലിന് മറുപടിയായി പാസ്പ്രാറ്റുവിനെ കണ്ടില്ലെങ്കിലും തൻ്റെ കാർപ്പറ്റ് ബാഗുമെടുത്ത് ആവുതിയും കൂട്ടി രാവിലെ 8 മണിയോടെ ഒരു മഞ്ചലിൽ തുറമുഖത്തേക്ക് യാത്രയായി. 9:30 കപ്പൽ പുറപ്പെടേണ്ടിയിരുന്നത്. 8:30 പോർട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഫോഗ് അറിയുന്നത് കർണാട്ടിക് തലേന്ന് വൈകുന്നേരം തന്നെ പുറപ്പെട്ടുവെന്ന്. കപ്പൽ മാത്രമല്ല, തൻ്റെ സഹായിയും പോർട്ടിൽ കാണുമെന്നാണ് ഫോഗ് വിചാരിച്ചിരുന്നത്. പക്ഷേ മുഖത്ത് യാതൊരു നിരാശയും കാണിക്കാതെ ഫോഗ് ആവതിയോട് പറഞ്ഞു, ഇതൊരു യാദൃശ്ചികത മാത്രമാണ് മാഡം, അതിൽ കൂടുതലൊന്നുമില്ല. ഈ സമയത്ത് ഫിക്സ് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളും എന്നെപ്പോലെ തന്നെ റംഗൂണിലെ യാത്രക്കാരനായിരുന്നില്ലേ സർ? അയാൾ ഫോഗിനോട് ചോദിച്ചു. ആയിരുന്നു, ഫോഗ് മറുപടി പറഞ്ഞു. പക്ഷേ നിങ്ങൾ... ക്ഷമിക്കണം, ഞാൻ ഓർത്തു നിങ്ങളുടെ ഭൃത്യൻ ഇവിടെ കാണുമെന്ന്. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം അയാളെ കണ്ടതേയില്ല, ആവുത് പറഞ്ഞു. ഇനി അയാൾ ഞങ്ങളെ കൂടാതെ കർണാറ്റിക്കിൽ പോയി കാണുമോ? നിങ്ങളെ കൂടാതെയോ മാഡം? ഫിക്സ് മറുപടി പറഞ്ഞു. ക്ഷമിക്കണം, താങ്കളും കർണാറ്റിക്കിൽ പോകാൻ ഉദ്ദേശിച്ചിരുന്നോ? അതെ സർ, ഞാനും അങ്ങനെ തന്നെ മാഡം. ഞാൻ ശരിക്കും നിരാശനാണ്. റിപ്പയറിംഗ് കഴിഞ്ഞ കർണാറ്റിക് നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തേക്കാൾ 12 മണിക്കൂർ മുമ്പ് തന്നെ തീരം വിട്ടു. അതും നമ്മളെ അറിയിക്കാതെ. ഇനി അടുത്ത കപ്പലിനായി ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരും. ഒരാഴ്ച എന്ന് പറഞ്ഞപ്പോൾ ഫിക്സിൻ്റെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. ഒരാഴ്ച ഫോഗിനെ ഹോങ്കോങ്ങിൽ പിടിച്ചു നിർത്തുക. വാറണ്ട് വരാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ ഫോഗിൻ്റെ കൂസലില്ലാത്ത വാക്കുകൾ കേട്ട ഫിക്സ് ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷേ കർണാറ്റിക് അല്ലാതെ ഹോങ്കോങ് ഹാർബറിൽ വേറെയും ജലവാഹനങ്ങൾ കാണുമല്ലോ. ആവുതിയുടെ കയ്യും പിടിച്ച്
മറ്റേതെങ്കിലും കപ്പലോ ബോട്ടോ കിട്ടുമോ എന്നറിയാൻ ഫോഗ് ഡോക്കിലേക്ക് നടന്നു. സ്തംഭിച്ചു പോയ ഫിക്സ് അവരെ പിന്തുടർന്നു. ഏതോ അദൃശ്യമായ ചരടാൽ അയാൾ ഫോഗുമായി ബന്ധിതനാണെന്ന് തോന്നി. ഏതാണ്ട് 3 മണിക്കൂറോളം തന്നെ യോക്കോഹാമയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറുള്ള വാഹനവും തേടി ഫോഗ് ഡോക്കുകളിലൂടെ നടന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും ഫോഗ് പ്രതീക്ഷ കൈവിട്ടില്ല. നീണ്ട തിരച്ചിലിനൊടുവിൽ ഫോഗിനൊരാളെ കിട്ടി. ആ നാവികൻ ഫോഗിനോട് ചോദിച്ചു, സർ, അങ്ങ് ബോട്ട് അന്വേഷിച്ച് നടക്കുകയാണോ? താങ്കളുടെ പക്കൽ ഉടൻ പുറപ്പെടാൻ തയ്യാറുള്ള ബോട്ട് വല്ലതുമുണ്ടോ? ഉണ്ട് സർ, ഒരു പൈലറ്റ് ബോട്ട്, നമ്പർ 43. ഈ ഹാർബറിലെ ഏറ്റവും നല്ല ബോട്ടാണ്. അവൾ നല്ല സ്പീഡിൽ പോകുമോ? മണിക്കൂറിൽ 8-9 നോട്ടുകൾക്കിടയിൽ. താങ്കൾക്ക് ശരിക്കും തൃപ്തിയാകും. സമുദ്രത്തിൽ വിനോദയാത്രയ്ക്കാണോ സർ? ഹേയ് അല്ല, ഒരു ട്രിപ്പാണ്. നിങ്ങൾ എന്നെ യോക്കോഹാമയിൽ എത്തിക്കുമോ? ആ നാവികൻ റെയിലിൽ ചരി നിന്നു. കണ്ണുകൾ ശരിക്കും മിഴിച്ചുകൊണ്ട് ഫോഗിനോട് ചോദിച്ചു, സർ, താങ്കൾ തമാശ പറയുകയല്ലല്ലോ? ഹേയ് അല്ലല്ല, എനിക്ക് കർണാറ്റിക് കിട്ടിയില്ല. അങ്ങേയറ്റം 14-ാം തീയതിക്ക് മുമ്പ് എനിക്ക് യോക്കോഹാമയിൽ എത്തണം. അവിടെ നിന്ന് എനിക്ക് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള സ്റ്റീമർ ലഭിക്കണം. ക്ഷമിക്കണം സാർ, അത് അസാധ്യമാണ്, നാവികൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ദിനം പ്രതി 100 പൗണ്ട് തരാം. കൂടാതെ സമയത്ത് യോക്കോഹാമയിലെത്തിയാൽ അധികമായി ഒരു 200 പൗണ്ട് കൂടി നൽകാം. അങ്ങ് ഗൗരവമായി തന്നെ പറയുന്നതാണോ? തികച്ചും ഗൗരവമായി തന്നെ. നാവികൻ അല്പദൂരം നടന്നിട്ട് സമുദ്രത്തിന് നേരെ തുറിച്ചു നോക്കി അല്പം നിന്നു. ആകർഷകമായ പ്രതിഫലം ഒരു വശത്ത്, ആപൽക്കരമായ സമുദ്രം മറുഭാഗത്ത്. അയാൾ ആലോചനയിലാണ്ടു. ഫിക്സ് മരവിപ്പിക്കുന്ന ഉത്കണ്ഠയിലായിരുന്നു. ഫോഗ് ആവതയോടെ അടുത്തു ചെന്ന് ചോദിച്ചു, മാഡം, നിങ്ങൾക്ക് പേടിയില്ലല്ലോ? മിസ്റ്റർ ഫോഗ്, നിങ്ങളുടെ കൂടെ ഒട്ടുമില്ല. നാവികൻ തിരികെ ഫോഗിൻ്റെ അടുത്തെത്തി. അയാൾ പറഞ്ഞു, സർ, എനിക്കെന്നെയും എൻ്റെ ജോലിക്കാരെയും 20 ടണ്ണോളമുള്ള എൻ്റെ ബോട്ടിനെയും വർഷത്തിൻ്റെ ഈ സമയത്ത് ഇങ്ങനൊരു യാത്രയിലൂടെ അപകടപ്പെടുത്താനാകില്ല. ഹോങ്കോങ്ങിൽ നിന്ന് 1660 മൈൽ ദൂരെയുള്ള യോക്കോഹാമയിൽ ഇപ്പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിക്കാനുമാകില്ല. വെറും 1600 മൈൽ മാത്രമേയുള്ളൂ. രണ്ടും ഒരുപോലെ തന്നെ. ഫിക്സ് ശ്വാസം നേരെ വിട്ടു. പക്ഷേ നാവികൻ തുടർന്നു, നമുക്ക് മറ്റൊരു വിധത്തിൽ ഇത് ശരിയാക്കാനാകും. ഫിക്സിന് വീണ്ടും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അതെങ്ങനെ? ജപ്പാന്റെ തെക്കേ അറ്റത്തുള്ള നാഗസാക്കിയിലേക്കോ അവിടെ നിന്ന് 800 മൈൽ മാത്രം അകലെയുള്ള ഷാങ്ഹായിലേക്കോ പോകാനാകും. ഷാങ്ഹായിലേക്ക് പോയാൽ ചൈനീസ് തീരത്തോട് ചേർന്ന് യാത്ര ചെയ്യാനാകും. അടിയൊഴുക്ക് വടക്കോട്ടായതിനാൽ നമുക്ക് അനുകൂലമായിരിക്കും. സുഹൃത്തേ, ഫോഗ് പറഞ്ഞു, എനിക്ക് യോക്കോഹാമയിൽ വെച്ചാണ് അമേരിക്കൻ കപ്പലിൽ കയറേണ്ടത്. ഷാങ്ഹായിലോ നാഗസാക്കിയിലോ വെച്ചല്ല. എന്തുകൊണ്ട് പാടില്ല? നാവികൻ പറഞ്ഞു. സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള കപ്പൽ യോക്കോഹാമയിൽ നിന്നല്ല പുറപ്പെടുന്നത്. ഷാങ്ഹായിൽ നിന്ന് പുറപ്പെട്ട് നാഗസാക്കി വഴിയാണ് യോക്കോഹാമയിൽ എത്തുന്നത്. താങ്കൾക്ക് നല്ല തീർച്ചയുണ്ടോ? പൂർണ്ണമായി തീർച്ചയാണ്. എങ്കിൽ ഷാങ്ഹായിൽ നിന്ന് കപ്പൽ എപ്പോഴാണ് പുറപ്പെടുന്നത്? 11-ാം തീയതി രാവിലെ 7 മണിക്ക്. നമുക്ക് 4 ദിവസം, അതായത് 96 മണിക്കൂർ സമയമുണ്ട് അവിടെ എത്താൻ. ഭാഗ്യവും തെക്ക് പടിഞ്ഞാറൻ കാറ്റും നമുക്ക് അനുകൂലമാവുകയും സമുദ്രം ശാന്തമായിരിക്കുകയും ചെയ്താൽ നമുക്ക് സമയത്തിന് മുമ്പായി തന്നെ അവിടെ എത്താം. എങ്കിൽ എപ്പോൾ പുറപ്പെടാം? 1 മണിക്കൂറിനുള്ളിൽ. ആവശ്യമായ സാധനങ്ങൾ വാങ്ങുകയും പായ് ഘടിപ്പിക്കുകയും ചെയ്യുന്ന താമസമേ ഉള്ളൂ. ഇതൊരു വിലപേശലാണ്. നിങ്ങളാണോ ബോട്ടിൻ്റെ മാസ്റ്റർ? അതെ, ജോൺ ബൺസി, ടാങ്കേദാരയുടെ മാസ്റ്റർ. അത്യാവശ്യ ചെലവിന് മുൻകൂർ പണം ആവശ്യമുണ്ടോ? അങ്ങേക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സർ, ഇതാ 200 പൗണ്ട്. പണം കൊടുത്തുകൊണ്ട് ഫോഗ് ഫിക്സിന് നേരെ തിരിഞ്ഞു പറഞ്ഞു.
നിങ്ങളും ഞങ്ങളോട് ചേരുന്നുവെങ്കിൽ? നന്ദി സർ, ഞാനത് അങ്ങോട്ട് ചോദിക്കാൻ പോവുകയായിരുന്നു, ഫിക്സ് പറഞ്ഞു. ശരി, അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ബോട്ടിലെത്തണം. പക്ഷേ പാവം പാസ്പ്രാറ്റു ആവുത പൃഥ്വിൻ്റെ അസാന്നിധ്യത്തിൽ ദുഃഖിതയായി കാണപ്പെട്ടു. അയാളെ കണ്ടെത്താനാവുന്നതെല്ലാം ഞാൻ ചെയ്യാം, ഫോഗ് അവൾക്ക് ഉറപ്പു കൊടുത്തു. ചഞ്ചലചിത്തനായ ഫിക്സ് പൈലറ്റ് ബോട്ടിലേക്ക് പോയപ്പോൾ ഫോഗും ആവതയും ഹോങ്കോങ് പോലീസ് സ്റ്റേഷനിലെത്തി. പാസ്പ്രാറ്റുവിൻ്റെ കൃത്യമായി വിവരണം നൽകി. അയാളെ അന്വേഷിക്കാനുള്ള ചെലവിലേക്കായി ഒരു ചെറിയ തുകയും ഏൽപ്പിച്ചു. ഫ്രഞ്ച് കോൺസുലേറ്റിലും അപ്രകാരം പരാതി കൊടുത്തിട്ട് പല്ലക്കിൽ ഹോട്ടലിലെത്തി ലഗേജുമെടുത്ത് അവർ ബോട്ടിലേക്ക് പുറപ്പെട്ടു. 3 മണിയായി. 43 നമ്പർ പൈലറ്റ് ബോട്ട് സാധന സാമഗ്രികളും സ്റ്റാഫുമായി യാത്രയ്ക്ക് സജ്ജമായി നിൽക്കുകയാണ്. 20 ടൺ വരുന്ന ഭംഗിയും വെടുപ്പുമുള്ള ഒരു കൊച്ചു നൗകയാണ് ടാങ്കദരെ. ശരിക്കും അതൊരു മത്സര നൗകയായിരുന്നു. പൈലറ്റ് ബോട്ട് മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയ ടാങ്കദരെ ശരിക്കും വേഗത കൈവരിക്കാൻ ക്ഷമതയുള്ള ബോട്ടാണെന്ന് പറയേണ്ടതില്ലല്ലോ. മാസ്റ്റർ ജോൺ ബൺസ്ബിയെ കൂടാതെ 4 പരിചയസമ്പന്നരായ നാവികർ കൂടി അദ്ദേഹത്തിൻ്റെ സഹായികളായി ഉണ്ട്. അവർക്ക് ചൈന കടൽ സുപരിചിതമാണ്. തെല്ല് കരിവാളിച്ച മുഖവും ചുറുചുറുക്കും ചടുലമായ കണ്ണുകളും ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖവുമുള്ള ആളാണ് ജോൺ ബസ്കി. ബീരുക്കളിൽ പോലും ആത്മവിശ്വാസം നിറയ്ക്കാൻ പോന്ന ഒരു സാന്നിധ്യമാണ് അദ്ദേഹം. ഫോഗും ആവുതയും ബോട്ടിലെത്തിയപ്പോൾ ഫിക്സ് നേരത്തെ തന്നെ എത്തി സ്ഥലം പിടിച്ചിരുന്നു. താഴത്തെ ഡെക്ക് ചതുരത്തിലുള്ള ക്യാബിനാണ്. വൃത്തിയുള്ള ഒരു ദിവാനിന് മുകളിലായി ഭിത്തി മുന്നോട്ട് തള്ളി കട്ടിലുകൾ പോലെ കാണപ്പെട്ടു. മധ്യഭാഗത്തുള്ള മേശമേൽ ഒരു ആട്ടവിളക്കുണ്ട്. സ്ഥലം പരിമിതമെങ്കിലും വൃത്തിയും വെടുപ്പുമുള്ള ഉൾവശം. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് നൽകാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്, ഫോഗ് ഫിക്സിനോട് പറഞ്ഞു. ഫിക്സ് ആകട്ടെ ഒന്നും പറയാതെ ചെറുതായി തല കുമ്പിടുക മാത്രം ചെയ്തു. ഫോഗിൻ്റെ ദയാദാക്ഷിണ്യത്തിൻ്റെ പങ്ക് പറ്റിയതിൽ ഫിക്സിന് ലജ്ജയുണ്ടായിരുന്നു. കുറ്റവാളിയാണെങ്കിലും ആൾ ശരിക്കും മാന്യം തന്നെ, ഫിക്സ് ചിന്തിച്ചു. 3:10 ഇംഗ്ലീഷ് പതാകയും പായകളും ഉയർത്തപ്പെട്ടു. പാസ്പ്രാറ്റുവിനെ കാണാനുണ്ടോ എന്ന് ഫോഗും ആവുതയും വാർപ്പിലൂടെ ഒരു നീണ്ട നോട്ടമെറിഞ്ഞു. പക്ഷേ അയാൾ അവിടെ എങ്ങും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴും അയാൾ ഓപ്പിയത്തിൻ്റെ തളർത്തുന്ന പിടിയിൽ തന്നെ ആയിരുന്നിരിക്കണം. ജോൺ ബൺസ്കി ഒടുവിൽ ബോട്ട് പുറപ്പെടാനുള്ള കൽപ്പന നൽകി. തിരകൾക്ക് മുകളിലൂടെ അവൾ അനായാസേന മുന്നോട്ട് നീങ്ങി. കടൽ ക്ഷോഭിച്ചിരുന്ന ആ കാലാവസ്ഥയിൽ 20 ടൺ കേവുഭാരമുള്ള ബോട്ടിൽ 800 മൈൽ യാത്ര തികച്ചും ആപൽക്കരം തന്നെയാണ്. പൊതുവെ പ്രക്ഷുബ്ധമായ ചൈന കടൽ സംക്രമ സമയത്ത് ശക്തമായ കൊടുങ്കാറ്റുകളെ അഴിച്ചുവിടുന്ന പതിവുണ്ട്. ദിനം തോറും ആകർഷകമായ പ്രതിഫലം കിട്ടുമെങ്കിലും അധികമാരും അത്തരമൊരു യാത്രയ്ക്ക് മുതിരില്ല. പക്ഷേ തിരകളുടെ മുകളിലൂടെ ഒരു സീഗളിനെ പോലെ കുതിച്ച ടാങ്കദരയുടെ കഴിവിൽ ജോൺ ബൺസ്കിക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്. പ്രവചനാതീതമായ ഹോങ്കോങ് ചാനൽ അന്ന് വൈകിട്ട് തരണം ചെയ്ത ടാങ്കദരെ അനുകൂലമായ കാറ്റിൽ മുന്നോട്ട് തെന്നിപ്പോയിക്കൊണ്ടിരുന്നു. പൈലറ്റ് പരമാവധി വേഗതയിൽ പോകണമെന്ന് ഞാൻ താങ്കളോട് പറയേണ്ടതില്ലല്ലോ, ഫോഗ് ബൺസ്കിയോട് പറഞ്ഞു. എന്നെ വിശ്വസിക്കൂ സർ, കാറ്റനുവദിക്കുന്ന എല്ലാ പായ്കളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പോർട്ടിലെത്തുമ്പോൾ മാത്രമേ തുഴകൾ ഉപയോഗിക്കേണ്ടി വരികയുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കാൽ അല്പമകറ്റി നട്ടല് വളയാതെ ഒരു നാവികനെ പോലെ ഫോഗ് തള്ളി വരുന്ന തിരമാലകൾ നോക്കി നിന്നു. സന്ധ്യാപ്രകാശത്തിൽ ഇരുൾ പടർന്നു തുടങ്ങിയ സമുദ്രപരപ്പ് നോക്കി തൊട്ടരികെ ആവതിരിപ്പുണ്ട്. തലയ്ക്ക് മുകളിൽ പറന്നു നിൽക്കുന്ന വെള്ളപ്പായകൾ വലിയ വെള്ളിച്ചിറകുകളാണെന്നും കാറ്റിൽ മുന്നോട്ട് നീങ്ങിയ ബോട്ട് പറക്കുകയാണെന്നും അവൾക്ക് തോന്നി. രാത്രി വന്നു. കിഴക്കൻ മേഘങ്ങൾ ആകാശച്ചിരുവിൽ കരിമ്പടം പുതപ്പിക്കുന്നു. പൈലറ്റ് വിളക്കുകൾ കത്തിച്ചു. കരയിലേക്ക് പോകുന്ന നിരവധി യാനങ്ങൾ നീങ്ങുന്ന ചൈന കടലിൽ വിളക്കുകൾ അത്യന്താപേക്ഷിതമാണ്. ടാങ്കദരയുടെ അതിവേഗതയിൽ ചെറിയ ഉരസൽ പോലും ആപൽക്കരം.
അണിയത്ത് ഇരുപ്പുറപ്പിച്ച ഫിക്സ് ചിന്താധീനായിരുന്നു. സഹയാത്രികരിൽ നിന്ന് അയാൾ അല്പമകന്നു നിന്നു. യോക്കോഹാമയിൽ നിന്നും ഉടൻ തന്നെ ഫോഗ് അമേരിക്കയിലേക്ക് പോകുമെന്നും അവിടെ എത്തിയാൽ ഫോഗിനെ ഒന്നും ചെയ്യാൻ തനിക്കാവില്ലെന്നും ഫിക്സിനറിയാം. ഫോഗിൻ്റെ പദ്ധതി അതീവ ലളിതമായി ഫിക്സിന് തോന്നി. നേരിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിന് പകരം സാധാരണ കുറ്റവാളികൾ ചെയ്യും പോലെ ഭൂഗോളത്തിൻ്റെ 3/4 പിന്നിട്ട് അമേരിക്കയിൽ എത്തിയതിനു ശേഷം പോലീസിനെ വഴിതെറ്റിച്ച് മോഷ്ടിച്ച മുതലുമായി അവിടെ പറ്റിക്കൂടുകയാണ് അയാളുടെ ലക്ഷ്യം. എന്തായാലും താൻ ഫോഗിനെ ഒരു നിമിഷം പോലും വിടാൻ പോകുന്നില്ല. അത് തൻ്റെ ചുമതലയാണ്. പാസ്പ്രാറ്റു യജമാൻ്റെ കൂടെയില്ലാത്തത് തൻ്റെ ഭാഗ്യം. തന്നെ സ്വയം വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് പാസ്പ്രാറ്റു ഇനി ഒരിക്കലും യജമാനെ കാണാൻ പാടില്ല. ഇങ്ങനെ പോയി ഫിക്സിൻ്റെ ചിന്തകൾ. ഫീലിയസ് ഫോഗും വിചിത്ര രീതിയിൽ അപ്രത്യക്ഷനായ പാസ്പ്രാറ്റുവിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ അവസാന നിമിഷം അയാൾ കർണാട്ടിക്കിൽ കയറിപ്പറ്റി കാണും. ആവുദയും അത് തന്നെയാണ് പറയുന്നത്. തനിക്ക് വേണ്ടി ഏറെ ബുദ്ധിമുട്ടിയ പാസ്പ്രാറ്റുവിനെക്കുറിച്ച് അവൾക്കും നഷ്ടബോധമുണ്ട്. മിക്കവാറും യോക്കോഹാമയിൽ വെച്ച് അയാളെ വീണ്ടും കണ്ടുമുട്ടാനാകുമായിരിക്കും. പാതിരാത്രിയായപ്പോൾ ഫോഗും ആവുദയും താഴേക്ക് വന്നു. ഫിക്സ് നേരത്തെ തന്നെ ഉറക്കം ആരംഭിച്ചിരുന്നു. പൈലറ്റും സഹനാവികരും മുകളിലെ ഡെക്കിൽ രാത്രി ചെലവഴിച്ചു. പിറ്റേന്ന് നവംബർ 8 രാവിലെ ആയപ്പോൾ മണിക്കൂറിൽ 8-9 മൈൽ വേഗതയിൽ ടാങ്ക്-ദരെ 100-ലേറെ മൈൽ പിന്നിട്ട് കഴിഞ്ഞു. എല്ലാ പായകളും ഉപയോഗിച്ച ടാങ്ക്-ദരെ പരമാവധി വേഗതയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാറ്റൽപ്പം കുറഞ്ഞപ്പോൾ പൈലറ്റ് തുഴകൾ പുറത്തെടുത്തു. പക്ഷേ വീണ്ടും കാറ്റ് പഴയ വേഗത കൈവരിച്ചു. ഫോഗും ആവുദയും ഫിക്സിനെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. മടിച്ചാണെങ്കിലും ഫിക്സ് ക്ഷണം സ്വീകരിക്കുകയും മൂവരുമൊത്ത് ലഞ്ച് കഴിക്കുകയും ചെയ്തു. ലഞ്ചിന് ശേഷം വിലയായി പണം നൽകാൻ തുനിഞ്ഞ ഫിക്സിനെ ഫോഗ് തടഞ്ഞു. അത് ചില്ലറ ചെലവുകളിൽ ഉൾപ്പെടുത്തിക്കൊള്ളാമെന്ന് ഫോഗ് പറഞ്ഞു. ഫിക്സിന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. തൻ്റെ സീറ്റിൽ പോയിരുന്ന ഫിക്സ് അന്നേ ദിവസം മൗനിയായി തുടർന്നു. ജോൺ ബൺസ്കി തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ്. പ്രതിഫലത്തെ പറ്റിയുള്ള ചിന്ത നാവികരെ ഉത്സാഹികളാക്കി. റോയൽ യോട്ട് റെഗറ്റ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലെ അവർ ആവേശത്തിലാണ്. അന്ന് വൈകുന്നേരമായപ്പോൾ ഹോങ്കോങ്ങിൽ നിന്ന് 220 മൈൽ അവർ പിന്നിട്ടിരുന്നു. ജേണലിൽ താൻ കുറിച്ചിട്ട സമയത്ത് തന്നെ യോക്കോഹാമിൽ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഫോഗിനും ഉണ്ടായി തുടങ്ങി. ടാങ്ക്-ദരെ ഫോക്കിയോൻ കടലിടുക്കിൽ പ്രവേശിച്ചു. ഫോർമോസ ദ്വീപിനെ ചൈനീസ് വൻകരയിൽ നിന്ന് വേർതിരിക്കുന്ന ആ കടലിടുക്കിലൂടെ പാതിരായ്ക്ക് മുമ്പ് തന്നെ ടാങ്ക്-ദരെ ഉത്തരായന രേഖ കടന്നു. ചുഴികളും പ്രതിപ്രവാഹങ്ങളും മൂലം കടൽ പ്രക്ഷുബ്ധമായിരുന്നു. ചീറിയടിക്കുന്ന തിരമാലകൾ ഡെക്കിലെ യാത്ര ദുഷ്കരമാക്കി. പ്രഭാതമായപ്പോൾ വീണ്ടും കാറ്റ് വീശാൻ തുടങ്ങി. മാനത്ത് ഒരു കൊടുങ്കാറ്റിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. തലേന്ന് സൂര്യൻ അസ്തമിച്ചത് ചുവന്ന മൂടൽമഞ്ഞിലായിരുന്നു. മാനം നിരീക്ഷിച്ച ബൺസ്ബിയും ഒരു കൊടുങ്കാറ്റിൻ്റെ ആഗമനം പ്രവചിച്ചു. മുൻകരുതലായി അവർ പായകളെല്ലാം താഴ്ത്തി. പിറകിൽ നിന്നുള്ള കാറ്റിനെ തടയാൻ ബലമുള്ള ക്യാൻവാസിൽ തീർത്ത ത്രികോണാകൃതിയിലുള്ള ഒറ്റ പായ മാത്രം ഉയർത്തി. താഴത്തെ ഡെക്കിലേക്ക് പോകാൻ യാത്രികരോട് ബൺസ്ബി പറഞ്ഞെങ്കിലും കാറ്റോട്ടമില്ലാത്ത ആ ചെറിയ മുറിയിലെ തടവ് അവരിഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ചും ബോട്ട് കൊടുങ്കാറ്റിൽ ചാഞ്ചാടുകയാണെങ്കിൽ. ഫോഗും ആവതിയും ഫിക്സും മുകളിലത്തെ ഡക്കിൽ തന്നെ തങ്ങി. 8 മണിയോടെ മഴയും കാറ്റും അവരുടെ മേൽ പതിച്ചു. രാക്ഷസ തിരകൾ പകൽ മുഴുവൻ ബോട്ടിനെ മുന്നോട്ടുന്തിവിട്ടു. 20 പ്രാവശ്യമെങ്കിലും ഈ തിരകൾ ബോട്ടിനെ വിഴുങ്ങിയെന്ന് തോന്നിച്ചു. പക്ഷേ ഓരോ പ്രാവശ്യവും പൈലറ്റിൻ്റെ സാമർഥ്യം അവരെ രക്ഷിച്ചു. യാത്രികർ വെള്ളത്തിൽ കുളിച്ചെങ്കിലും അവരത് സമചിത്തതയോടെ സഹിച്ചു. ഫോഗിൻ്റെ ശാന്തത ആവുദ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവളും തികച്ചും ശാന്തയായിരുന്നു. കൊടുങ്കാറ്റിനെയും തൻ്റെ യാത്രാ പദ്ധതിയുടെ ഭാഗമായി കാണാനാണ് ഫോഗ് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നി. വൈകുന്നേരം വരെ ടാങ്ക്-ദരെ വടക്കോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ വൈകുന്നേരമായതോടെ വടക്ക് പടിഞ്ഞാറ് നിന്ന് കാറ്റ് വീശി തുടങ്ങി.
ബോട്ട് ശക്തിയായി കുലുങ്ങി. കടൽ അതിശക്തമായി അവളെ പ്രഹരിച്ചു. രാത്രിയിൽ കൊടുങ്കാറ്റിന് ശക്തി കൂടി. അത് കണ്ട ബൺസ്ബി ബോട്ടിന്റെ വേഗത കുറയ്ക്കാൻ തന്റെ സഹായികളോട് നിർദ്ദേശിച്ചു. എന്നിട്ട് അദ്ദേഹം ഫോഗിന്റെ അടുത്ത് ചെന്ന് സമീപത്തുള്ള ഏതെങ്കിലും തുറമുഖത്ത് തൽക്കാലത്തേക്ക് അടുത്താലോ എന്ന് ചോദിച്ചു. പക്ഷെ തനിക്ക് ഷാങ്ഹായ് എന്നൊരു തുറമുഖം മാത്രമേ അറിയൂ എന്നായിരുന്നു ഫോഗിന്റെ മറുപടി. അർത്ഥം പിടികിട്ടിയ പൈലറ്റ് വടക്കോട്ടുള്ള വഴിയിലൂടെ ടാങ്ക് നയിച്ചു. വീണ്ടും പ്രഭാതമായി. കാറ്റിന്റെ ശൗര്യം കുറഞ്ഞെങ്കിലും ദിശ വീണ്ടും തെക്ക് കിഴക്ക് തന്നെയായി. അത് അനുകൂലമായ ഒരു മാറ്റമായിരുന്നു. തിരമാലകൾ നിറഞ്ഞ സമുദ്രത്തിലേക്ക് ടാങ്ക് വീണ്ടും നയിക്കപ്പെട്ടു. മൂടൽ മഞ്ഞിലൂടെ ഇടയ്ക്കിടെ തീരം കാണാമായിരുന്നു. പക്ഷേ മറ്റ് ജലവാഹനങ്ങളൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഉച്ചയോടെ കടൽ ശാന്തമാകുന്ന ലക്ഷണം കണ്ടു തുടങ്ങി. സൂര്യൻ ചക്രവാളത്തിൽ പ്രത്യക്ഷനായി. കൊടുങ്കാറ്റടങ്ങി. ഏറെ തളർന്നവശരായിരുന്ന യാത്രികർ അല്പം ആഹാരം കഴിക്കാനും വിശ്രമിക്കാനും സമയം കണ്ടെത്തി. രാത്രി താരതമ്യേന ശാന്തമായിരുന്നു. ഏതാനും പായകൾ വീണ്ടും ഉയർത്തപ്പെട്ടു. ബോട്ടിന് വേഗത കൂടി. പിറ്റേന്ന് രാവിലെ കര കാണാനായി. ഇനി ഷാങ്ഹായിലേക്ക് ഏതാണ്ട് 100 മൈൽ മാത്രമേ ദൂരമുള്ളൂ എന്ന് ബൺസ്ബി അറിയിച്ചു. യോക്കോഹാമയിലേക്കുള്ള കപ്പൽ കിട്ടാൻ അവശേഷിക്കുന്നത് 1 ദിവസം മാത്രം. താണ്ടാൻ 100 മൈലും. നിമിഷം പ്രതി കാറ്റ് ശാന്തമായി വന്നു. എല്ലാ പായകളും ഉയർത്തപ്പെട്ടു. ഉച്ചയായപ്പോൾ ഷാങ്ഹായിലേക്കിനി 45 മൈൽ മാത്രം എന്നതായി സ്ഥിതി. അത് താണ്ടാൻ 6 മണിക്കൂർ സമയവും. 7 മണിയായപ്പോൾ ഷാങ്ഹായിൽ നിന്ന് 3 മൈൽ മാത്രമായി ദൂരം. പൈലറ്റ് ഉറക്കെ എന്തിനെയോ ശപിച്ചു. നല്ലൊരു സമ്മാനം തൻ്റെ കയ്യിൽ നിന്ന് വഴുതുമോ എന്ന ഉത്കണ്ഠയായിരിക്കാം അതിന് കാരണം. ഫോഗിന്റെ നേരെ നോക്കിയ പൈലറ്റ് കണ്ടത് തികച്ചും ശാന്തനായ ഒരു മനുഷ്യനെയാണ്. പെട്ടെന്ന് കടൽ പരപ്പിന്റെ ഒരറ്റത്തായി പുകച്ചുരുളുകളുടെ കിരീടം വെച്ച ഒരു നീണ്ടു കറുത്ത ഫണൽ കാണാനായി. അത് കൃത്യസമയത്ത് പുറപ്പെട്ട യോക്കോഹാമയിലേക്കുള്ള അമേരിക്കൻ കപ്പലായിരുന്നു. അവരെ അടയാളം കാണിക്കൂ, കൊടി ഉയർത്തി ഫയർ ചെയ്യൂ, ഫോഗ് ശാന്തനായി പറഞ്ഞു. ബോട്ടിന് പ്രശ്നങ്ങളുണ്ടെന്ന് അടയാളം കൊടുത്തുകൊണ്ട് കൊടിമരത്തിൽ പകുതി ഉയരത്തിൽ കൊടി പൊങ്ങി. പിച്ചള പീരങ്കിയുടെ മുഴക്കം അന്തരീക്ഷത്തിൽ അലയടിച്ചു. നവംബർ 7-ാം തീയതി വൈകുന്നേരം 6:30 ഹോങ്കോങ്ങിൽ നിന്നും പുറപ്പെട്ട കർണാട്ടിക് അതിൻ്റെ പരമാവധി വേഗതയിൽ ജപ്പാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കപ്പലിൽ ചരക്കും യാത്രക്കാരും പരമാവധി തിങ്ങി നിറഞ്ഞിരുന്നു. പക്ഷേ പിറകിലുള്ള 2 മുറികൾ ഒഴിഞ്ഞുകിടന്നു. ഫീലിയസ് ഫോഗായിരുന്നു അത് ബുക്ക് ചെയ്തിരുന്നത്. പിറ്റേന്ന് സംഭ്രമം പൂണ്ട കണ്ണുകളും പാറിപ്പറക്കുന്ന തലമുടിയുമായി 2ാമത്തെ മുറിയിൽ നിന്ന് ഒരു യാത്രക്കാരൻ പുറത്തുവന്ന് മുകളിൽ ഡെക്കിലുള്ള ഒരു സീറ്റിലേക്ക് വേച്ച് ചെന്നിരുന്നു. അത് പാസ്പ്രാറ്റു ആയിരുന്നു. ഫിക്സ് പോയതിനു ശേഷം 2 വെയിറ്റർമാർ അബോധാവസ്ഥയിലായിരുന്ന പാസ്പ്രാറ്റുവിനെ പുകവലിക്കാർക്കായി നീക്കി വെച്ചിരുന്ന ഒരു മുറിയിലെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. 3 മണിക്കൂർ കഴിഞ്ഞാണ് പാവം ഉണർന്നത്. നിറവേറ്റാത്ത ഒരു കടമയുടെ ചിന്ത അയാളുടെ ആലസ്യത്തെ തൂത്തെറിഞ്ഞു. വേച്ച് ഭിത്തിയിൽ പിടിച്ച് വീണും എഴുന്നേറ്റും അയാൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, കർണാട്ടിക്, കർണാട്ടിക്. കപ്പൽ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. പാസ്പ്രാറ്റു പാഞ്ഞു ചെന്ന് തടിപ്പാലം കടന്ന് ഡെക്കിലേക്ക് ബോധരഹിതനായി നിലപതിച്ചു. കപ്പൽ അപ്പോഴേക്കും നീങ്ങി തുടങ്ങിയിരുന്നു. നാവികർ അയാളെ താങ്ങിയെടുത്ത് 2ാമത്തെ ക്യാബിനിൽ കൊണ്ടുപോയി കിടത്തി. ചൈനയിൽ നിന്ന് 150 മൈൽ താണ്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാൾ ഉണർന്നത്. അങ്ങനെയാണ് പിറ്റേന്ന് അയാളെ കർണാട്ടിക്കിന്റെ ഡെക്കിൽ കടൽക്കാറ്റേറ്റ് കൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിഞ്ഞത്. ശുദ്ധവായു അയാളെ മെല്ലെ ബോധവാനാക്കി. തൻ്റെ ഓർമ്മകളെ സ്വരുക്കൂട്ടാൻ അയാൾ ഏറെ പ്രയാസപ്പെട്ടു. ഒടുവിൽ തലേന്ന് വൈകുന്നേരത്തെ ഓപ്പിയം ഹൗസ് രംഗങ്ങൾ അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഫിക്സിന്റെ വെളിപ്പെടുത്തലും മദ്യപാനവും പുകവലിയുമെല്ലാം ഓർമ്മയിലെത്തി. തൻ്റെ തെറ്റിന് മാപ്പ് പറയാൻ
പാസ്പ്രാറ്റു ഫോഗിനെ അന്വേഷിച്ച് കപ്പലിലാകെ തിരയാൻ തുടങ്ങി. അവരെ കാണാതെ വന്നപ്പോൾ പാഴ്സറുടെ കൈവശമുള്ള യാത്രക്കാരുടെ ലിസ്റ്റ് നോക്കി. അതിൽ ഫോഗിൻ്റെയോ ആവുതയുടെയോ പേരിലായിരുന്നു. പാസ്പ്രാറ്റു സ്തംഭിച്ചിരുന്നുപോയി. എല്ലാം അയാളുടെ മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു. കപ്പലിൻ്റെ സമയം മാറ്റിയത് താൻ അവരെ അറിയിക്കാത്തത് കൊണ്ടാണ് അവർക്ക് കപ്പൽ കിട്ടാതെ വന്നതെന്ന് പാസ്പ്രാറ്റുവിന് ബോധ്യമായി. പക്ഷേ അക്കാര്യത്തിൽ തന്നേക്കാൾ തെറ്റുകാരൻ ആ ചതിയനാണ്. തന്നെ ഫോഗിൽ നിന്നകറ്റി അദ്ദേഹത്തെ ഹോങ്കോങ്ങിൽ പിടിച്ചു നിർത്താൻ തന്നെ കുടിപ്പിച്ചും വലിപ്പിച്ചും ബോധം കെടുത്തിയത് ആ ദുഷ്ടനാണ്. ഡിക്റ്റേറ്റീവിൻ്റെ തന്ത്രം പാസ്പ്രാറ്റുവിന് മനസ്സിലായി. ഇതിനോടകം മിസ്റ്റർ ഫോഗ് പന്തയം തോൽക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു കാണുമെന്ന് പാസ്പ്രാറ്റു ചിന്തിച്ചു. അയാൾ തൻ്റെ മുടി പിടിച്ചു വലിക്കുകയും ഫിക്സിനെ ശപിക്കുകയും ചെയ്തു. പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് പാസ്പ്രാറ്റു സാഹചര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരൊറ്റ പെന്നി പോലുമില്ലാതെ താനിപ്പോൾ ജപ്പാനിലേക്ക് പോവുകയാണ്. കപ്പൽ കൂലി മാത്രം ഭാഗ്യവശാൽ മുൻകൂർ കൊടുത്തിരിക്കുന്നു. ഭാവി പരിപാടികൾ തീരുമാനിക്കാൻ 5-6 ദിവസങ്ങൾ ലഭിക്കും. അയാൾ ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. 13-ാം തീയതി പുലർച്ചെ കർണാട്ടിക് യോക്കോഹാമ തുറമുഖത്ത് പ്രവേശിച്ചു. വിവിധ രാജ്യങ്ങളുടെ പതാകകൾ പേറുന്ന കപ്പലുകൾക്കിടയിലായി കസ്റ്റം ഹൗസിനോട് ചേർന്ന് കർണാട്ടിക് നങ്കൂരമിട്ടു. സൂര്യപുത്രന്മാരുടെ നാട്ടിലേക്ക് പേടിച്ച് പേടിച്ച് പാസ്പ്രാറ്റു വലതുകാൽ വെച്ചിറങ്ങി. തെരുവുകളും ചതുരങ്ങളും ഡോക്കുകളും വെയർഹൗസുകളുമൊക്കെയായി തനി യൂറോപ്യൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രദേശത്താണ് താൻ എത്തിയിരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. വിവിധ ദേശക്കാരും വംശക്കാരുമായ ജനങ്ങളുടെ ഒരു മിശ്ര സമൂഹമായിരുന്നു അത്. ഭൂരിഭാഗം പേരും എന്തും വിൽക്കാനും വാങ്ങാനും തയ്യാറായി നിൽക്കുന്ന വ്യാപാരികൾ. അവരുടെ ഇടയിൽ പാസ്പ്രാറ്റുവിന് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു. യോക്കോഹാമയിൽ ഫ്രഞ്ചും ഇംഗ്ലീഷും കോൺസൽമാരെ സന്ദർശിച്ചെങ്കിലും കാര്യമായ സഹായമൊന്നും ലഭിച്ചില്ല. സമുദ്രദേവതയായ ബെൻടന്റെ പേരുള്ള യോക്കോഹാമയിലെ ജപ്പാനീസ് ഭൂരിപക്ഷ പ്രദേശത്തേക്ക് അയാൾ നീങ്ങി. സുന്ദരമായ ഫിർമരങ്ങളും ബിഡാർ തോട്ടങ്ങളും അനന്യമായ വാസ്തുകലാ ചാതുര്യം തുളുമ്പുന്ന വിശുദ്ധ കവാടങ്ങളും പാലങ്ങളും ക്ഷേത്രങ്ങളും ബുദ്ധ സന്യാസികൾ വസിക്കുന്ന വിഹാരങ്ങളും ചുവന്നു തൊടുത്ത കവളുകളുള്ള കുട്ടികൾ നിറഞ്ഞ തെരുവുകളും അവിടെ അയാളെ എതിരേറ്റു. അയാൾ അങ്ങനെ നടന്നു. വിശപ്പുണ്ടായിരുന്നെങ്കിലും അടുത്ത പ്രഭാതം വരെ ഭക്ഷണം കഴിക്കാതെ പിടിച്ചു നിൽക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. രാത്രിയായപ്പോൾ വീണ്ടും അയാൾ പഴയ നാട്ടുതെരുവിൽ തിരിച്ചെത്തി. തെരുവിലെ നർത്തകരെയും വലിയ ദൂരദർശിനികളുമായി നിൽക്കുന്ന വാന നിരീക്ഷകരെയും കണ്ടുകൊണ്ട് അയാൾ നടന്നു. തുടർന്ന് ഹാർബറിലെത്തി. ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തുന്ന മുക്കൂരുടെ വിളക്കുകളിൽ നിന്നുള്ള വെളിച്ചത്താൽ പ്രകാശമാനമായിരുന്നു അവിടെ. ഒടുവിൽ തെരുവുകൾ നിശബ്ദമായി. പിന്നാലെ പെട്രോൾ സംഘങ്ങൾ തെരുവിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തു. പിറ്റേന്ന് രാവിലെ വിശന്ന് അവശനായ പാസ്പ്രാറ്റു ഏതു വിധേനയും വല്ലതും കഴിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് നടക്കാൻ ആരംഭിച്ചു. തൻ്റെ കൈവശമുള്ള വാച്ച് വിൽക്കണം. അതിനു മുമ്പ് തൻ്റെ പരുക്കൻ ശബ്ദം ഉപയോഗിച്ച് ഫ്രഞ്ച് ഇംഗ്ലീഷ് പാട്ടുകൾ സംഗീത സ്നേഹികളായ ജപ്പാൻകാരെ പാടി കേൾപ്പിച്ചാലോ എന്ന് അയാൾ ചിന്തിച്ചു. കൈത്താളവും തമ്പേറുമൊക്കെ ഉപയോഗിക്കുന്ന അവർ പാശ്ചാത്യ സംഗീതം ആസ്വദിക്കുമെന്ന് അയാൾക്ക് തോന്നി. തെരുവുണരാൻ ഇനിയും സമയമുണ്ടായിരുന്നു. ഒരു തെരുവ് ഗായകന് ചേരുന്ന വസ്ത്രം കൂടി ധരിച്ചാൽ നന്നായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. ഏറെ അന്വേഷിച്ച് ഒരു പഴയ വസ്ത്രം വിൽക്കുന്ന വ്യാപാരിയെ അയാൾ കണ്ടുപിടിച്ചു. അവിടെ താൻ ധരിച്ചിരുന്ന വസ്ത്രം മാറിക്കൊടുത്ത് ഒരു പഴയ ജപ്പാനീസ് കോട്ട് വാങ്ങി. അതിൻ്റെ കൂടെ ഏതാനും ചെറിയ വെള്ളി നാണയങ്ങൾ കൂടി ലഭിച്ചു. അവിടെ നിന്നിറങ്ങി ഒരു ചെറിയ ചായക്കടയിൽ കയറി അല്പം ചോറും കാടക്കറിയും കഴിച്ചു. ഇനി എത്രയും വേഗം ഈ നാട്ടിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കണം, പാസ്പ്രാറ്റ് ചിന്തിച്ചു. അമേരിക്കയിലേക്ക് പോകുന്ന കപ്പൽ ഏതെങ്കിലും ഉണ്ടോ എന്നന്വേഷിക്കണം. അതിൽ ഭൃത്യനോ പാചകക്കാരനോ ആയി കയറിക്കൂടിയാൽ രക്ഷപ്പെടും. ആഹാരം മാത്രം കിട്ടിയാൽ മതി. സാൻ ഫ്രാൻസിസ്കോയിലെത്തിയാൽ മുന്നോട്ടു പോകാൻ എന്തെങ്കിലും വഴി തെളിഞ്ഞു കിട്ടും.
പ്രശ്നം ജപ്പാനിൽ നിന്ന് അമേരിക്ക വരെയുള്ള 4700 മൈൽ ദൂരം പസഫിക്കിലൂടെ എങ്ങനെ കടന്നു കിട്ടും എന്നതായിരുന്നു. പാസ്പ്രാറ്റു തുറമുഖം ലക്ഷ്യമാക്കി മെല്ലെ നടന്നു. പെട്ടെന്ന് ഒരു സർക്കസ് കോമാളി ഒരു പ്ലക്കാർഡുമായി തെരുവിലൂടെ നീങ്ങുന്നത് കണ്ടു. ടോങ്കു ദൈവത്തിൻ്റെ നീണ്ട മൂക്കുകൾ എന്ന സർക്കസ് സംഘത്തിൻ്റെ അവസാന പ്രദർശനങ്ങളുടെ പരസ്യമായിരുന്നു അത്. ആ ഷോയ്ക്ക് ശേഷം സംഘം അമേരിക്കയിലേക്ക് പോവുകയാണത്രേ. കോമാളിയുടെ പിന്നാലെ പോയ അയാൾ വീണ്ടും ജാപ്പനീസ് തെരുവിലെത്തി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ഒരു വലിയ ക്യാബിൻ്റെ മുമ്പിലെത്തി. അതിൻ്റെ ഭിത്തി മുഴുവൻ സർക്കസ് അഭ്യാസികളുടെ ആക്ഷൻ ചിത്രങ്ങളാണ്. അത് വില്യം ബാറ്റുൾക്കറുടെ സർക്കസ് കമ്പനിയായിരുന്നു. ജാലവിദ്യക്കാരും അമ്മാനമാട്ടക്കാരും അക്രോബാറ്റുകളും ബാലൻസിംഗ് അഭ്യാസികളും ജിംനാസ്റ്റുകളും കോമാളികളും അടങ്ങിയ സർക്കസ് കമ്പനി. അമേരിക്കയിലേക്ക് പുറപ്പെടും മുമ്പുള്ള ജപ്പാനിലെ അവസാന പ്രദർശനങ്ങളുടെ പരസ്യമാണ് പാസ്പ്രാറ്റു കണ്ടത്. ക്യാബിനകത്ത് കിടന്ന പാസ്പ്രാറ്റു അങ്ങോട്ട് വന്ന ബാറ്റുൾക്കറോട് നേരിട്ട് കാര്യം പറഞ്ഞു. ഒരു ചെറിയ അഭിമുഖത്തിന് ശേഷം ബാറ്റുൾക്കർ പാസ്പ്രാറ്റുവിനെ കമ്പനിയിൽ നിയമിച്ചു. ഇടതുകാലിൽ കറങ്ങുന്ന പമ്പരവും വലതുകാലിൽ ബാലൻസ് ചെയ്തു നിർത്തിയ വാളുമായി തലകുത്തി നിൽക്കുക എന്നതായിരുന്നു പാസ്പ്രാറ്റുവിന് കിട്ടിയ ജോലി. കിട്ടിയത് വളരെ മാന്യമായ ജോലിയല്ലായിരുന്നെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ അമേരിക്കയിലേക്ക് പുറപ്പെടാനാകുമല്ലോ എന്നോർത്തപ്പോൾ അയാൾക്ക് സന്തോഷമടക്കാനായില്ല. 3 മണിക്കാണ് ആദ്യ പ്രദർശനം. തൻ്റെ റോൾ ചെയ്യാനുള്ള സമയമോ പരിശീലനമോ ലഭിക്കാത്തതിനാൽ ആ പ്രദർശനത്തിൽ വെറുമൊരു റോളായിരുന്നു പാസ്പ്രാറ്റുവിന് ലഭിച്ചത്. മനുഷ്യ പിരമിഡ് എന്ന അഭ്യാസത്തിൽ തൻ്റെ ബലമുള്ള തോളുകൾ കൊണ്ട് പിരമിഡിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ബാറ്റുൾക്കർ അയാളെ നിയോഗിച്ചു. അത് പ്രദർശനത്തിലെ അവസാനത്തെ നമ്പർ അഭ്യാസമായിരുന്നു. യൂറോപ്പിലും നാട്ടുകാരും ചൈനക്കാരുമായ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമടങ്ങിയ വലിയൊരു ജനക്കൂട്ടം 3 മണിക്ക് മുമ്പ് തന്നെ ഓഡിറ്റോറിയം നിറച്ചു. ഓർക്കസ്ട്ര തങ്ങളുടെ എല്ലാ ഉപകരണങ്ങളുടെയും സംഗീത സദ്യ തുടങ്ങിക്കഴിഞ്ഞു. ശലഭങ്ങളും പൂക്കളും, കത്തിച്ച് മെഴുകുതിരി പിടിച്ചുകൊണ്ടുള്ള അമ്മാനാട്ടം, കറങ്ങുന്ന പമ്പരം ഉപയോഗിച്ചുള്ള വിവിധ കോമ്പിനേഷനുകൾ എന്നിവയ്ക്ക് ശേഷം കണ്ണഞ്ചിപ്പിക്കുന്ന ജിംനാസ്റ്റിക് പ്രകടനങ്ങൾ നടന്നു. തുടർന്നാണ് നീണ്ട മൂക്കുള്ളവരുടെ വിസ്മയ പ്രകടനം. മധ്യകാല വസ്ത്രമണിഞ്ഞ അഭ്യാസികളുടെ തോളിന്മേൽ മനോഹരമായ 2 ചിറകുകൾ പിടിപ്പിച്ചിരുന്നു. പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ മുഖത്ത് മുറുക്കി കെട്ടിവെച്ചിരുന്ന നീണ്ട മൂക്കുകളാണ്. മുള കൊണ്ടുണ്ടാക്കിയ ആ മൂക്കുകൾക്ക് 5 മാറും ചിലപ്പോൾ 10 മടി വരെ നീളമുണ്ട്. ചിലവ നീണ്ടതും ചിലവ വളവുള്ളതും ചിലത് റിബൺ കെട്ടിയിരുന്നവയും ആയിരുന്നു. മൂക്കിന്മേൽ ബലമായി ബന്ധിച്ചിരുന്ന ഈ അനുബന്ധ കൃത്രിമ മൂക്കുകളിന്മേലാണ് അഭ്യാസികൾ അവരുടെ അഭ്യാസങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. 1 ഡസൻ അഭ്യാസികൾ തറയിൽ മലർന്നു കിടക്കുന്നു. ഇവരുടെ മൂക്കുകളിന്മേലാണ് മറ്റുള്ളവർ ചാടിയും മലക്കം മറിഞ്ഞും അഭ്യാസങ്ങൾ നടത്തിയത്. അവസാനത്തെ നമ്പറായ മനുഷ്യ പിരമിഡിൻ്റെ സമയമായി. കാർ ഓഫ് ജഗ്ഗർനോട്ട് എന്ന ആ അഭ്യാസം നടത്തേണ്ടിയിരുന്നത് 50 നീണ്ട മൂക്കുകാരായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ തോളിൽ കയറി എല്ലാവരും കൂടി പിരമിഡ് തീർക്കുന്നതിന് പകരം മൂക്കുകളുടെ മുകളിലാണ് അഭ്യാസികൾ ഒത്തുകൂടി പിരമിഡ് തീർക്കേണ്ടിയിരുന്നത്. അതുവരെ കളിച്ച ആൾ ഗ്രൂപ്പ് വിട്ടതിനാൽ പാസ്പ്രാറ്റുവിന് ഈ റോൾ ഏറ്റെടുക്കേണ്ടി വന്നു. ശക്തിയും സാമർഥ്യവും ഇതിന് ഒരുപോലെ ആവശ്യമായിരുന്നു. പാസ്പ്രാറ്റുവിനാണ് ഈ റോൾ നിശ്ചയിച്ചിരുന്നത്. പല നിറമുള്ള ചിറകുകൾ അലങ്കരിച്ച സർക്കസ് വസ്ത്രം ധരിച്ചപ്പോൾ പാസ്പ്രാറ്റു ദുഃഖിതനായിരുന്നു. 6 അടി നീളമുള്ള കൃത്രിമ മൂക്ക് ധരിച്ചപ്പോൾ ഏറെ ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ ആഹാരം നേടാൻ ആ മൂക്ക് ഉപകരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അയാൾ കൂടുതൽ ഉത്സാഹിയായി. സ്റ്റേജിലെത്തിയ പാസ്പ്രാറ്റു കാർ ഓഫ് ജഗ്ഗർനോട്ടിൻ്റെ അടിസ്ഥാനം തീർക്കേണ്ടവരിൽ ഒരാളായി നിന്നു. മൂക്കുകൾ മുകളിലേക്കായി അവർ തറയിൽ നിരന്ന് സ്ഥാനം പിടിച്ചു. 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും അങ്ങനെ കൂടാരത്തിൻ്റെ ഏതാണ്ട് തുഞ്ചത്തോളം എത്തുന്ന ഒരു പിരമിഡ് പല നിലകളിലായി സാവധാനം ഉയർന്നു വന്നു.
ഉയർന്നു പൊങ്ങിയ കയ്യടികളോടൊപ്പം ഓർക്കസ്ട്രയും ഉച്ചസ്ഥായിയിലായി. പെട്ടെന്നതാ പിരമിഡിന്റെ ഒരടിസ്ഥാന മൂക്ക് അപ്രത്യക്ഷമാകുന്നു. പിരമിഡ് ചീട്ടുകൊട്ടാരം പോലെ നിലംപൊത്തി. അത് പാസ്പ്രാറ്റുവിൻ്റെ പിഴവായിരുന്നു. തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ച് വലതുവശത്തെ ഗാലറിയിലേക്ക് പാഞ്ഞ പാസ്പ്രാറ്റു കാണികളിൽ ഒരാളുടെ കാൽക്കൽ വീണ് കരഞ്ഞു. ഹാ, എൻ്റെ യജമാനൻ, എൻ്റെ യജമാനൻ. എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവലിൻ്റെ 3-ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.